بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما سواك فلا ألوي على أحد يا من تفجرت الأنهار نابعة من إصبعيه فروا الجيش ذا العدد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد إني وإن سامني ضيم يربعني أقول يا سيد السادات يا سندي أقول يا سيد السادات يا سندي واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. സർവാദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പ്രദേശത്ത് പ്രശംസാർഹമായ സുഹൃതങ്ങൾക്ക് നേതൃത്വം നൽകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യങ് ഫ്രണ്ട്സ് അസോസിയേഷൻ അതിൻ്റെ 21ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീയ സദസ്സുകളിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുനിയാവിൽ നൽകിയിട്ടുള്ള ചുരുങ്ങിയ കാലം അവന്റെ മാർഗത്തിലായി നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത്
അന്ത്യം നന്നായി ഈ ദുനിയാവിൽ നിന്ന് നല്ല നിലക്ക് വിടവാങ്ങി സജ്ജനങ്ങളോടുകൂടെ പാരത്രിക ലോകത്ത് ഒരുമിച്ചുകൂടാൻ മതിയാകുന്ന ജീവിതമായി അള്ളാഹു നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വേർപിരിഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ സഹായിച്ചിരുന്ന, സഹകരിച്ചിരുന്ന പലരും, സഹോദരങ്ങൾ, സഹോദരിമാർ പലരും ബർസഖിയായ ലോകത്താണ്, ഖബർ ജീവിതത്തിലാണ്. അള്ളാഹു അവർക്ക് എല്ലാവിധ സലാമത്തും വർദ്ധിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടിയുടെയും ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ നടക്കുന്ന സദസ്സുകളുടെ ബറക്കത്തുകൾ അവരുടെ സാന്നിധ്യങ്ങളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കും. 3 വിഭാഗം സൃഷ്ടികളെ ഈ ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ചു. അതിലെ ഒരു വിഭാഗത്തെ അള്ളാഹു സൃഷ്ടിച്ചത് ബുദ്ധിശക്തിയും അനുസരണവും മാത്രം നൽകിക്കൊണ്ട്, വിചാരങ്ങളൊന്നുമില്ലാതെ. അവരാണ് മലക്കുകൾ. അവർക്ക് അനുസരണം ഒരു വാക്കിലും ഒരു പ്രവൃത്തിയിലും അള്ളാഹുവിന് അവർ എതിര് കാണിക്കുകയില്ല. കാരണം അല്ലാഹു തആല അവർക്ക് ശഹ്വത്ത് നൽകിയിട്ടില്ല. താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ മലക്കുകൾക്കില്ല. രണ്ടാമത്തെ ഒരു വിഭാഗം വിചാരങ്ങൾ മാത്രം നൽകി അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ച ഒരു വിഭാഗമാണ്. അവർക്ക് ബുദ്ധിയില്ല. അവരാണ് മൃഗങ്ങൾ. ഉള്ളിടത്തേക്കൊക്കെ അവർ പ്രവേശിക്കും. ബുദ്ധി ഉപയോഗിച്ച് നല്ല പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ വിഭാഗമായ മലക്കുകൾ ഈ മനുഷ്യർക്ക് ഖാദിമീങ്ങളായി വരും. അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ച് പടച്ച റബ്ബിനെ അനുസരിച്ച് അള്ളാഹു നൽകിയ വിചാരങ്ങളെ ഒതുക്കി നിർത്തി അവരെ ബുദ്ധി കൊണ്ട് മുൻപന്തിയിലേക്ക് കുതിക്കുകയാണെങ്കിൽ മലക്കുകൾ അവർക്ക് സേവനം ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്ത് മലക്കുകളെക്കാളും അവർ മുകളിലെത്തും. അതുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള വിഭാഗം മനുഷ്യരിൽ അമ്പിയാക്കളാണ്. സൃഷ്ടികൾ ലോകത്ത് വേറെയില്ല. എന്താണ് അമ്പിയാക്കൾക്ക് വലിയ ബഹുമാനം? ഒരു വിഷയത്തിലും ഒരിക്കലും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് എതിര് പ്രവർത്തിക്കാതെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ തീവ്രമായി മുന്നോട്ട് നീങ്ങി വിജയിക്കുന്നവരാണ് അംബിയാ മുർസലുകൾ. പൈശാചിക പ്രവർത്തനങ്ങളെ തടയാനും പിശാചിനെയും മറ്റുമൊക്കെ തിരുത്താനും കഴിവുള്ളവരാണ് അംബിയാ മുർസലുകൾ. അംബിയാക്കളുടെ അടുത്തേക്കും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നിട്ടുണ്ട്. അവരെ ഒന്ന് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇബ്ലീസിന്റെ കെണിവലകളിൽ വീഴ്ത്താൻ കഴിയില്ല അംബിയാ മുർസലുകൾ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയുടെ അകത്ത് രാത്രി സമയത്ത് നിസ്കരിക്കുമ്പോൾ
ജിന്നുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു ജിന്ന് ഇഫ്രീത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരത്തെ ശല്യപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളെ മുന്നിൽ പല തവണ ഓടിക്കളിച്ചു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബത്തിനോട് തങ്ങൾ പറഞ്ഞു, എന്റെ സഹോദരൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ എന്നെ ശല്യം ചെയ്യാൻ വേണ്ടി വന്ന ഇബ്ലീസിനെ പിടിച്ച് ഏതെങ്കിലും ഒരു തൂണിൽ കെട്ടിയിട്ട് രാവിലെ നിങ്ങൾക്ക് കാണാമായിരുന്നു. എനിക്ക് വേണ്ട, കൊണ്ടുവന്നതിന് അല്ലാഹു കൂലി തരട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അവനെ ഈ തൂണിൽ പിടിച്ചു കെട്ടിയിട്ട് സുബ്ഹിക്ക് വരുമ്പോ നിങ്ങൾക്കൊക്കെ കാണാമായിരുന്നു. എന്താണ് സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത്? റബ്ബിഗ്ഫിർലി വഹബ്ലി മുൽക്കൻ ലാ യംബഗി ലിഅഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, എനിക്ക് നീ രാജാധികാരം തരണം. ലാ യംബഗി ലിഅഹദിൻ മിൻ ബഅദി, എന്റെ ശേഷമുള്ള ഒരാൾക്കും വിശാലമാകാത്ത അത്രയും വിശാലതയുള്ള രാജാധികാരം എനിക്ക് തരണം. ലോകം മടക്കി ഭരിക്കാൻ അല്ലാഹു അധികാരം നൽകിയ സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കീഴ്പ്പെടുന്ന ജിന്നുകളുണ്ട്. ആ ജിന്നുകളെ കൂട്ടത്തിൽ തന്നെ നല്ല എഞ്ചിനീയർമാരുണ്ട്, നല്ല മുങ്ങൽ വിദഗ്ധന്മാരുണ്ട്, കെട്ടിട നിർമ്മാതാക്കളുണ്ട്, വ്യത്യസ്ത രീതിയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുണ്ട്. അതേ, ഒന്നിനും അനുസരിക്കാതെ ചെങ്ങലയിൽ ബന്ധിതസ്ഥരായി കഴിയുന്ന ജിന്നുകളും ഉണ്ട്. അവരെ എല്ലാവരെയും അടക്കി ഭരിക്കുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകൾക്കൊക്കെ വലിയ പരമാധികാരിയായി ജീവിച്ച നബിയല്ലേ. അതുകൊണ്ട് അധികാരത്തിൽ കൈകടത്തണ്ടെന്ന് കരുതിയിട്ട് എനിക്ക് അല്ലാഹു ആ ജിന്നിനെ കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. പക്ഷേ പല തവണ എന്റെ മുന്നിൽ കറങ്ങിയിട്ട് എന്റെ നിസ്കാരത്തിൽ ശല്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ഞാൻ അതിനെ ആട്ടിയോടിച്ചു വിട്ടു. ഒരൊറ്റ തവണ എന്റെ മുന്നിൽ കുടുങ്ങിയപ്പോൾ പിടിച്ച് കെട്ടിയിടാമായിരുന്നു, എന്നാൽ നേരം വെളുത്താൽ നിങ്ങൾക്കൊക്കെ കാണാമായിരുന്നു. ഞാനിത് പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ നേതാവാണ്, സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനമുള്ള സൃഷ്ടിയാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോളം ബഹുമാനം അല്ലാഹു നൽകിയ, മഹത്വം അല്ലാഹു നൽകിയ ഒരൊറ്റ സൃഷ്ടിയും ലോകത്ത് വേറെയില്ല. ആ നബി തങ്ങളെ നിസ്കാരത്തിന്റെ മുന്നിൽ വരെ ജിന്ന് വന്നിട്ട്, ഇഫ്രീത്ത് ജിന്ന് വന്നിട്ട് ശല്യം ചെയ്യാൻ വേണ്ടി നോക്കി. അല്ലാഹു തആല പിശാചുക്കൾക്ക് അങ്ങനെ ഒരു കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട്. മനുഷ്യനെ കീഴ്പ്പെടുത്താൻ വേണ്ടി പിശാചുക്കൾക്ക് അല്ലാഹു തആല എല്ലാ വിഷയത്തിലും അനുവാദം നൽകിയിട്ടുണ്ട്. ഖുർആനല്ലേ പറയുന്നത്, വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക. ഇബ്ലീസിനോട് അല്ലാഹു പറഞ്ഞല്ലോ, ഇബ്ലീസേ, നിന്റെ ശബ്ദം കൊണ്ട് സാധിക്കുന്ന ആളുകളെ നല്ല വഴിയിൽ നിന്ന് തെറ്റായ വഴിയിലേക്ക് നീ പുറപ്പെടിക്കണം. ഇബ്ലീസിന് ശബ്ദമുണ്ടോന്ന് നിങ്ങൾ ചോദിക്കണ്ട, ശബ്ദമുണ്ട്. ഇബ്ലീസിന്റെ ശബ്ദത്തിൽ പല ആളുകളും അഡിക്റ്റായി പോയിട്ടുണ്ട്. ഇബ്ലീസിന്റെ ശബ്ദം ഏതാണെന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങളിൽ പലരും അത് കേട്ടിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ കാലഘട്ടത്തിലെ മലീമസമായ അവസ്ഥ അങ്ങനെയാണ്. ഇബ്ലീസിന്റെ സൗണ്ട് കേൾക്കാതെ ഒരു സ്ഥലത്തും പോകാൻ ഇന്ന് കഴിയില്ല. ഇബ്ലീസിന്റെ ശബ്ദം ഏതാണ്? ഖുർആൻ പണ്ഡിതർ വിശദീകരിച്ചു, അൽ ഗനാഉ വൽ മസാമീർ. സംഗീത ശബ്ദം ഇബ്ലീസിന്റെ ശബ്ദമാണ്. അതുപോലെ തന്നെ മ്യൂസിക്കിന്റെയും വീണവിളിയുടെയും ശബ്ദം, കുഴൽവിളികളുടെ ശബ്ദം, അത് ഇബ്ലീസിന്റെ ശബ്ദമാണ്. അതിലല്ലേ സഹോദരങ്ങളെ ഒട്ടുമിക്ക ആളുകളും അഡിക്റ്റായിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ത്രില്ല് വരണമെങ്കിൽ അത്തരത്തിലുള്ള ശബ്ദകോശങ്ങൾ ഉണ്ടാകണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ വാലിന്റെ സദസ്സിന് പകരം 4-5 DJ സെറ്റ് സംവിധാനിച്ചാൽ ഇവിടെ ആളെ തികയോ മോനെ? തികയില്ല. ഇവിടെ ഒന്ന് ഇരിക്കാൻ തികയില്ല. ഈ റോഡൊക്കെ ബ്ലോക്ക്. ഈ ഇരിക്കുന്ന മതിലൊക്കെ ആളുകളായിരിക്കും.
നിറച്ചു. പോസ്റ്റർ ഒന്നും വേണ്ട, മൊബൈലിൽ ചെറിയ ന്യൂസ് കിട്ടാൻ മതി. അതെന്താ സംഗതി എന്നറിയോ നിങ്ങൾ? അത് പരിപാടി അള്ളാന്റെ അടുക്കൽ അത്ര മഖബൂലായിട്ടല്ല, മോശപ്പെട്ട കാര്യങ്ങളിൽ അത്രയും യോജിപ്പാണ് ആളുകൾക്ക്. അത്രയും യോജിപ്പാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ബാങ്ക് നല്ല സുഖ, ഒരു ഉറക്കം വരണമെങ്കിൽ ഒരു ഖുർആനോത്ത് കേട്ടാ മതി, ഒരു വേള് കേട്ടാ മതി, ഒരു സ്വലാത്ത് കേട്ടാ നല്ല റാഹത്ത. വേളങ്ങോട്ട് വെച്ചാൽ ഉറങ്ങാൻ എന്ത് സുഖാന്നറിയാം. എന്താ ഇത് മനസ്സിലേക്ക് ദഹിക്കാത്തത്? മറ്റേത് അത്രയും ദഹിക്കുന്നത് ആ ശബ്ദത്തിന്റെ സ്വാധീനമാണ്. പിശാചിന്റെ ശബ്ദത്തിന്റെ സ്വാധീനം. എത്ര നേരം വേണമെങ്കിലും ആൾക്കാർ ഊരവേദനയില്ല, മുട്ടുവേദനയില്ല, പള്ളവേദനയില്ല, തലവേദനയില്ല, വിശപ്പിന്റെ വേദന ഇല്ല, ഒന്നുമില്ല. എത്ര നേരം അല്ലാഹു തആല ഇബ്ലീസിനോട് പറഞ്ഞു, നിന്റെ ശബ്ദം കൊണ്ട് നേരായ വഴിയിൽ നിന്ന് എത്ര ആളെ തെറ്റിക്കാൻ കഴിയോ അത്ര ആളെ നീ തെറ്റിച്ചു. അവന് കൊടുത്ത ഓർഡറാ. അതെല്ലാം മറികടന്നിട്ട് വേണം നമ്മളിലുള്ള കൊയലൂത്തിന്റെ ശബ്ദങ്ങൾ കേട്ടിട്ടാണ്. അതുകൊണ്ടാണ് പ്രായം കൂടുതലൊന്നായിട്ടില്ല. ഒരു ചെറുപ്പക്കാരനോട് നിങ്ങൾ ചെറിയ ഒരു സൂറത്ത് മുന്നിൽ നിർത്തിയിട്ട് അയാള് മഗ്രിബിനെങ്ങാൻ ഇമാമ നിൽക്കുകയാണെങ്കിൽ അയാൾ വേർത്ത് കുളിച്ചിട്ടുണ്ടാവുക. പടച്ചോനെ, വേക്കിൽ ആരോ വന്ന് തുടർന്നു പോയല്ലോ, ഞാൻ എപ്പോഴും നിസ്കാരത്തിനെത്തൽ നിന്ന് കുറച്ച് പിന്തിപ്പോയി, എന്റെ പിന്നാലാണെങ്കിൽ ആരോ വന്ന് തോണ്ടിപ്പോയി. ഏത് സൂറത്താ ഓതുക? ഖുൽ ഹുവല്ലാഹു അഹദ്. തെറ്റോ? അതിനേക്കാളും ചെറിയൊരു സൂറത്തുണ്ട്, ഇന്നാഅതൈനാക. അത് മാറിപ്പോകും. കുല്യാൽ കാഫിറൂൻ എന്നും കേൾക്കുന്നുണ്ട്, പക്ഷെ അത് തീരാതായാലും ഓതി 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 ചില ആൾക്കാർ കുല്യാൽ കാഫിറൂൻ ഓതിയാ തീരൂല. അപ്പൊ ആകെ കുടുങ്ങിയില്ലേ? കുല്യായുൽ കാഫിറൂൻ അഅ്ബുദു ലാ അഅ്ബുദു മാ തഅബുദൂൻ വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു വലാ അന അഅ്ബുദു മാ അഅ്ബുദും വലാ അൻതും അഅ്ബുദൂന. ഇത് തീരണ്ടേ? അപ്പൊ ബാക്കിലുള്ള ആൾക്കാർ ചിലപ്പോ തോണ്ടിട്ട് നിർത്തുന്ന് പറഞ്ഞു. ആകപ്പാടെ പേടിയാണ്. എന്താണ് ഈ പേടിയും ഈ വെപ്രാളൊക്കെ വരാൻ കാരണം? അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, 10ാം ക്ലാസ്സിൽ നിന്ന് ഈ ഉസ്താദ്മാര് വളരെ മെനക്കെട്ട് സൂറത്ത് യാസീനൊക്കെ പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇറങ്ങിയ ഒരു കുട്ടി യാസീൻ സൂറത്ത് ഓതിച്ചോ, 7 മുബീനുള്ള ചിലപ്പോ 8 മുബീനും 10 മുബീനൊക്കെ ആവും. തെറ്റാണ്. മെമ്മറി പവർ കുറയാണ്. ഇനി ബാക്കിയുള്ള മദ്രസകൾ മാത്രമല്ല, സ്കൂളിന്റെ സംവിധാനം അങ്ങനെ തന്നെ. പഠിച്ചതൊക്കെ മറക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ശൈത്താന്റെ ശബ്ദം അത്രയും ഇഷ്ടപ്പെട്ടു പോയി ചെറുപ്പം മുതൽക്ക്. അത് ഒരു തരി കേൾക്കാതിരുന്നാൽ അത്രയും കൂടുതൽ മെമ്മറി പവറും അനുസരണവും ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് പഴയ കാലത്ത് മഹാന്മാർ കാതുപൊത്തിയിരുന്നത്. വെറുതെ പൊത്തിയതല്ല, അങ്ങനത്തെ ശബ്ദം കേൾക്കുന്നിടത്ത് കാത് പൊത്തിപ്പോയിരുന്നു. ഒറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ. ചെറുപ്പക്കാരനായിട്ട് വളരെ രക്തത്തിളപ്പിന്റെ കാലഘട്ടത്തിൽ ഊർജ്ജസ്വലതയോടെ വിശുദ്ധ ദീനിന് വേണ്ടി പ്രവർത്തിച്ച മഹാൻ മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. മഹാനവർകൾ മദീനയിലെ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോ ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ചെറുപ്പക്കാരനാണ്. നന്നേ ചെറുപ്പക്കാരനായ മഹാന്റെ കൂടെ എപ്പോഴും നാഫി റളിയല്ലാഹു അൻഹു എന്ന ഒരു കുട്ടിയും കൂടി ഉണ്ടാകും. അതും നല്ല ചെറുപ്പമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. രണ്ടുപേരും കൂടി പോകുമ്പോൾ ശബ്ദം കേട്ടു. മിസ്മാറിന്റെ നേർക്ക് നേരെ അർത്ഥം ഞാൻ മാറ്റുന്നില്ല, വീണവിളി. വീണാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. വീണവിളിയുടെ ശബ്ദം കേട്ടു ദൂരത്തുനിന്ന് കേൾക്കുകയാണ്. കേട്ട ഉടനെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ കാത് പൊത്തിപ്പോയി. 2 കാതും പൊത്തി. സഹോദരങ്ങളെ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ചോദിക്കുന്നു കൂടെയുള്ള സുഹൃത്തിനോട്, ശിഷ്യനോട്, ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? വേഗം വേഗം മുന്നോട്ട് നടന്നു പോകുന്നു. കേൾക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് 2 കൈയും കാതിൽ നിന്നെടുത്തത്, 2 വിരലെടുത്തത്. അതുവരെ കാതുപൊത്തിയാണ് മഹാനവർകൾ മുന്നോട്ട് നീങ്ങിയത്. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഈ ശബ്ദം കേട്ടപ്പോൾ കാതുപൊത്തിയത് വെറുതെയല്ല. അങ്ങനെയാകുമ്പോ സുഹൃത്തുക്കളെ, ഇന്ന് എവിടേക്കെങ്കിലും കയറി ചെല്ലാൻ പറ്റുമോ കാതുപൊത്താതെ?
ഏതെങ്കിലും സ്ഥലത്തേക്ക് ചെല്ലാൻ പറ്റുമോ? കാത് പൊത്താതെ എല്ലായിടങ്ങളിലും ഇതല്ലേ കേൾക്കുന്നത്. ഒരു ട്രെയിൻ കയറാൻ പോവുകയാണെങ്കിലും ഇതാ കേൾക്കുക, ഉള്ളിൽ പോയിട്ട് സീറ്റ് ഇരിക്കുകയാണെങ്കിലും അപ്പുറത്തുനിന്ന് ഇതാ കേൾക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു ഉയർന്ന സ്ഥലത്ത് നമ്മൾ ഒരു വിമാനത്താവളത്തിലാ പോകുന്നത്, അവിടുന്ന് തന്നെ കേൾക്കുന്നത്. വലിയ ഹൈ ലെവൽ ബസ് സ്റ്റാൻഡിൽ മെട്രോ സ്റ്റേഷനിലാ പോകുന്നത്, അവിടെ തന്നെ കേൾക്കുന്നത്. എവിടെ കേൾക്കാത്ത? കുടുങ്ങിയില്ലേ? മീൻ മാർക്കറ്റിൽ പോയാൽ അവിടുന്ന് തന്നെ കേൾക്കും, പച്ചക്കറി മാർക്കറ്റ് പോയാൽ അവിടുന്ന് തന്നെ. പിന്നെ എവിടെ ഒരു ഒഴിവുള്ള? മൂത്രയിക്കണ സ്ഥലം മാത്രം ഒഴിവുണ്ട്. പള്ളിയും കല്യാണങ്ങൾക്ക് അത് പിന്നെ പറയണ്ട. പലരും ചിലപ്പോൾ പേടിച്ചിരിക്കായിരിക്കും, മൂലർ അത് പറയാനായിരിക്കും വന്നിരിക്കുക. ഇല്ല, ഞാനതൊന്നും പറഞ്ഞെടുക്കാറാക്കില്ല. അതിന്റെ കൂത്തരങ്ങായി മാറിയിരിക്കല്ലേ. കല്യാണങ്ങൾക്ക് വിളിക്കുമ്പോ ദ്വാരന്ന് കൊടുക്കലാണ്. നല്ല നിലക്ക് നടത്താണെങ്കിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ചേ വരട്ടെ എന്ന് പറഞ്ഞു. എന്തായാലൊന്നും അല്ല, എന്ത് ദ്വാരക്കാൻ? ഏതായാലും ക്ഷണിച്ചതിന് നന്ദി, വരാൻ താല്പര്യമല്ല. അസ്സലാമു അലൈക്കും. നിങ്ങളെ പുരക്കാരും വന്നില്ലെങ്കിലോ ആരോടും പരാതിയില്ല. പരാതി ഉണ്ടെങ്കിലല്ലേ ആരോടും പരാതി. കുറെ ആൾക്കാർ വന്നോളന്നോ, അല്ലെങ്കിൽ അവിടെ ജനനിബിഡമായിട്ട് ആൾക്കാരൊക്കെ പിറ്റേന്ന് ഇങ്ങനെ കല്യാണം 4500 ഒന്നും കിട്ടൂല. അല്ലെങ്കിൽ പറഞ്ഞ എന്ത് കിട്ടാനാ? നമ്മളെ കല്യാണത്തിന് 4500 ആള് വന്നിരുന്നു പുറത്തെ ആളുകൾ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടൂല, കാര്യമൊന്നുമില്ല. എവിടേക്കും പോകാൻ വയ്യ. സഹോദരങ്ങളെ, മൊബൈലിന്റെ ട്യൂണ് അത് മ്യൂസിക് ആക്കി വെക്കരുത്. കേൾക്കാൻ സന്തോഷമുള്ള എന്തെങ്കിലും മദ്ഹാക്കി വെക്കും. വേറെ ചില ആളുകളെ വിളിക്കാൻ കഴിയൂല. ചിലപ്പോഴൊക്കെ ഒന്ന് വിളിച്ച് ഇങ്ങോട്ട് വന്ന ഏതെങ്കിലും കോള് തിരിച്ചു വിളിക്കുമ്പോ നമ്മള് ഒരൊറ്റ വരി കേൾക്കുമ്പോഴേക്കന്നെ കട്ടാക്കി പോവാണ്. കാരണം അത് കേൾക്കാൻ കഴിയണ്ടേ? അങ്ങനെയുള്ളതാണ്. അതിപ്പോ എങ്ങനെ പാടിത്തരാൻ കഴിയോ നിങ്ങൾക്ക്? കേൾക്കാൻ വേണ്ടി എന്തെങ്കിലും ട്യൂണ് വെക്കുകയാണെങ്കിൽ ഒരു മദ്ഹ് വെക്കൂ, കേൾക്കാൻ നല്ല സൗന്ദര്യമുള്ള ഒരു മദ്ഹ്. അല്ലെങ്കിൽ സാധാരണ മൊബൈലിന്റെ ട്യൂൺ ഉണ്ടായിക്കോട്ടെ. സാധാരണ ഒരു മൊബൈലിന്റെ റിങ് ചെയ്യുന്ന ഒരു ട്യൂൺ ഉണ്ടല്ലോ അല്ലെ? മൊബൈൽ ഇങ്ങനെ അറിയിക്കുന്ന ഒരു കിണിക്കിണിക്കിനി ശബ്ദമല്ലേ? അതതിന്റെ ശബ്ദമായിട്ട് മുമ്പേ അറിയപ്പെട്ടതാണ്. അങ്ങനെ നോട്ടെ. അതൊന്നല്ലപ്പോ സുബ്ഹാനല്ലാഹ്, ചില കൊട്ടകൾ കേട്ടാൽ കാത് പൊട്ടിയൊന്നും തിരുത്തിപ്പോ. ആ ജാതി കൊട്ടാണ്. അപ്പൊ നമ്മള് വിചാരിച്ചു നമ്മളെ മൊബൈൽ ആകെ പൊട്ടി കീറാണോ? അല്ല, അത് മറ്റാളെ മൊബൈലിൽ ഇങ്ങോട്ട് കേൾക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 2 കാതും പൊത്തി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ ദൂരം വരെ പൊത്തി നടന്നു. എന്നിട്ട് ഇപ്പൊ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ കൈയെടുത്തു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഞാൻ വെറുതെ പൊത്തിയതല്ല, കുട്ടിക്കാലത്ത് ഞാൻ നടന്നു പോകുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നടന്നു പോകുമ്പോ ഫസമിഅ സൗത യറാഇൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൊരു ശബ്ദം കേട്ടു. അത് മുളവടി കൊണ്ട് കൊട്ടുന്ന ഒരു കളിയുടെ ശബ്ദമാണ്. അതിന്റെ പേര് വടി കൊണ്ട് കൊട്ടുന്ന ഒരു കളില്ലേ? അതൊക്കെ അതിന്റെ പേരറിയില്ല എന്നാ ഞാൻ പറഞ്ഞുതരാം. കോൽക്കളി. അതറിയോ? അതറിയാം. ആ ശബ്ദമാണ് തങ്ങൾ കേട്ടത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ മുത്തുനബി തങ്ങളെ കൂടെ പോകുമ്പോ അന്ന് നബി തങ്ങൾ കേട്ടത് വീണവിളിന്റെ ശബ്ദമല്ല, കോൽക്കളിയുടെ ശബ്ദം കേട്ടു. കേട്ട ഉടനെ തന്നെ തങ്ങൾ പൊത്തി, കൈപൊത്തി. ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു, ഞാനന്ന് കുട്ടിയാണ്, പ്രായപൂർത്തിയായിട്ടില്ല. തങ്ങളെ കൂടെ ഞാൻ അങ്ങനെ പോകുമ്പോ എന്നോട് ചോദിക്കുന്നു, ഹൽ സമീത, ഹൽ സമീത, കേൾക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? പലപ്പോഴും ഞാൻ പറയുന്നു ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് തങ്ങള് കൈയെടുത്തത്. അന്നങ്ങനെ തങ്ങൾ പൊത്തിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ കാതുപൊത്തിയത്. സുബ്ഹാനല്ലാഹ്, മഹാന്മാരൊക്കെ ആ ശബ്ദം എത്ര പേടിച്ചു. എന്തേ പേടിക്കാനുള്ള കാരണം? അത് ഇബ്ലീസിന്റെ ശബ്ദമാണ്. ഇബ്ലീസിന്റെ ശബ്ദത്തിന് അഡിക്റ്റാകരുത് സഹോദരങ്ങളെ. പഠിച്ച ഇൽമു മറന്നു പോകും. കുറച്ചുകൂടി കാലം കഴിയുമ്പോ ചെറിയ സൂറത്ത് പോലും മെമ്മറിയിൽ നിൽക്കൂല. വേണ്ട കാര്യങ്ങളൊന്നും ഓർമ്മ വരില്ല.
ബുദ്ധിശക്തി വളരെ കുറഞ്ഞു പോകും, നല്ലതിനോട് താല്പര്യം കുറഞ്ഞു പോകും. നല്ല കാര്യമല്ലേ ദിക്റും സ്വലാത്തിലും ഖുർആനോത്തിലും മനസ്സ് മുഴുകല്, മനസ്സതിന് വന്നു കിട്ടൂല. പിശാചിന്റെ ശബ്ദത്തിന് നമ്മൾ സ്വാധീനത്തിൽ കുടുങ്ങിപ്പോയാൽ പിന്നെ ഊണിലും ഉറക്കിലുമൊക്കെ അത് തന്നെയാണ് നമുക്ക് ആശ്രയമുണ്ടാവുക. കിടക്കുമ്പോഴും ഒരു പക്ഷേ അത് കേട്ടുകൊണ്ടായിരിക്കും പലരും കിടക്കുന്നത്. പിശാചിന്റെ ശബ്ദം കേട്ട് കിടക്കുമ്പോ മരണം വന്നാലോ, മൗത്ത് ഹാളിറായാലോ നല്ല അവസ്ഥ ലഭിക്കുമോ? കലിമ ചൊല്ലാനൊക്കുമോ? മനസ്സിനതിന് മനോധൈര്യം കിട്ടുമോ? ഇല്ലേ ഇല്ല. പിശാചിന് ശബ്ദത്തിന്റെ സ്വാധീനം മാത്രമാണോ അല്ലാഹു നൽകിയത്? അല്ല. പിശാചിനോട് പറഞ്ഞു, നിന്റെ നടത്തം നീ ഒരു പ്രത്യേക കോലത്തിൽ ആകർഷിച്ച് നടന്നിട്ട് പിശാചിന്റെ നടത്തം അറിയുമോ സഹോദരങ്ങളെ? അതേ, ആണ് പെണ്ണായും പെണ്ണ് ആണായിട്ടും കോലം കെട്ടിയിട്ടുള്ള ശൈലിയില്ലേ, വ്യത്യസ്ത വേഷങ്ങളിലുള്ള അഭിനയങ്ങളില്ലേ, ആ അഭിനയവും നൃത്തവും അത് പിശാചിന്റെ നടത്തമാണ്. ഇന്നതല്ലേ ആളുകൾക്ക് കാണേണ്ടത്? ഇന്നതിനല്ലേ ഒഴിഞ്ഞിട്ട് ഒറ്റക്ക് ഭാര്യയില്ലാത്തൊരു സമയമാണ് റൂമിൽ കിട്ടുന്നതെങ്കിൽ കേൾക്കാൻ ഇമ്പത്തോടെ കൈപോകുന്നത്, വിരല് നിൽക്കുന്നത്, പിടിച്ചു നിൽക്കുന്നത്, 2 മണി വരെ വേണമെങ്കിൽ ഉറക്കമൊടിയുന്നത്, ഈ രൂപത്തിലുള്ള നൃത്തങ്ങളും സംഗീതങ്ങളും കാണാനല്ലേ, കേൾക്കാനല്ലേ? അത് കേട്ടുകൊണ്ട് നീ അങ്ങ് കിടക്കുമ്പോ സുബഹിക്ക് മുമ്പൊരു മൗത്ത് വന്നാൽ ആരോരും രക്ഷിക്കാനില്ലാത്ത ആ ഘട്ടത്തില് ആഖിബത്ത് നന്നായി കിട്ടുമോ? ഇതുവരെ കേട്ടതാണോ നീ ചൊല്ലുക? ഇതുവരെ പാടിയതാണോ ഏറ്റുപാടുക? എന്താ നിനക്ക് ചൊല്ലാനുള്ളത്? കലിമത്തു തൗഹീദല്ലേ ഉച്ചരിക്കേണ്ടത്. പക്ഷേ അത് നാവിലൂടെ ഉയർന്നു കിട്ടാൻ മനസ്സിലത് ഓർമ്മ വേണ്ടയോ? മനസ്സിലതിനൊരു ശക്തി വേണ്ടയോ? ആ ശക്തിയല്ലല്ലോ കിടക്കുമ്പോ നീ സംഭരിച്ചത്. നീ സംഭരിച്ചതും നീ കൂട്ടിയതും ഒരു കൂട്ടിയതുമൊക്കെ പിശാചിന്റെ ആളുകളുടെ പ്രവണതകളാണ്, നൃത്തങ്ങളാണ്, അഭിനയങ്ങളാണ്, മോഡലുകളാണ്, രൂപഭാവങ്ങളാണ്, അവരുടെ ഓരോ വാക്കുകളാണ്, കോമഡികളാണ്. അത് കേട്ട് നീ എത്ര ചിരിച്ചു, എത്ര നിനക്ക് വലിയ സന്തോഷം തോന്നി. സുബ്ഹാനല്ലാഹ്, പിശാചിന്റെ ആകർഷണീയ ശൈലികളിൽ കുടുങ്ങി പോകരുത്. വശാരികുഹും ഫിൽ അംവാലി വൽ ഔലാദ്. അല്ലാഹു ഇബ്ലീസിനോട് പറഞ്ഞു, അവരുടെ സമ്പത്തിലും സന്താനങ്ങളിലും നീ പങ്കാളിയാകണം. സന്താനങ്ങളെ തെറ്റിക്കണം, സമ്പത്ത് ദുഷിച്ച മാർഗങ്ങളിലൂടെ സംഭരിക്കാൻ അവർക്ക് മോഹം കൊടുക്കണം. ദുനിയാവിൽ അങ്ങനെ ഒരുപാട് സമ്പത്ത് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ കാണിച്ചു കൊടുക്കണം. കണ്ടില്ലേ, അവനൊക്കെ സമ്പത്ത് കൊണ്ട് എന്ത് ഉഷാറാ ജീവിക്കുന്നത്. അങ്ങനെ അങ്ങ് സ്വീകരിച്ചോ. റമദാനൊക്കെ വരുമ്പോ തൗബ ചെയ്താ പോരെ. അല്ലാഹു തആല ഒരു പാവല്ല, അസ്തഗ്ഫിറുല്ലാഹ് നല്ല പൊറുക്കൂലേ, തൗബ ചെയ്താ മതി. അതിന് മുമ്പ് ഇതൊക്കെ വാരിക്കൂട്ടിക്കോ. മോഹന വാഗ്ദാനങ്ങൾ തരും. ശാരിക്കുഹും ഫിൽ അംവാലി വൽ ഔലാദ്. സമ്പത്തിൽ, സന്താനങ്ങളിൽ, സന്താനങ്ങൾ നേരായ വഴിക്കല്ലാത്ത വഴിക്ക് ക്ഷണിക്കുമ്പോ ബാപ്പയും ഉമ്മയും അതേ വഴിക്ക് നിന്നു കൊടുക്കുക. അവരാഗ്രഹങ്ങൾ താല്പര്യപ്പെടുത്തി കൊടുക്കുക, അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുക, വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക. അവസാനം അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ചെവി കേട്ട് അംഗീകരിച്ച് അനുസരിച്ച് കുടുങ്ങിയല്ലോ എന്ന് അവസാനം തോന്നിപ്പോകുക. വിട്ടുപോയല്ലോ നമ്മള്. അവൻ പറയുന്നോ കേട്ട് നമ്മൾ കുടുങ്ങി, അവള് പറയുന്നോ കേട്ട് നമ്മൾ കുടുങ്ങി. ഇത്ര നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു. വഇദുഹും, ഇബ്ലീസിനോട് അല്ലാഹു പറഞ്ഞു, ജനങ്ങൾക്ക് നീ വാഗ്ദത്തങ്ങൾ നൽകണം, ഓരോ വാഗ്ദാനങ്ങൾ നൽകണം. ചതിക്കാൻ വേണ്ടിയല്ലാതെ ജനങ്ങളോട് ഒരു വാഗ്ദാനവും പിശാച് ചെയ്യൂല. രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു വാഗ്ദത്തവും ചെയ്യൂല. പിശാചിന്റെ സ്വാധീനത്തിൽ കുടുങ്ങാതെ, പിശാചിന്റെ വലയത്തിൽ കുടുങ്ങാതെ രക്ഷപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തിയെടുക്കണം. അല്ലാഹു തആല സലാമത്താക്കട്ടെ. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. നമ്മുടെ ഈ ജീവിതത്തിന്റെ കുരുക്കുകളിൽ നിന്നൊക്കെ ആ ജീവിതത്തെ രക്ഷപ്പെടുത്തിയെടുക്കണം.
എന്തിന്? അവസാനം നല്ല രൂപത്തിൽ ഈ ദുനിയാവൊന്ന് പോകണം. എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെയാണ് പോവുക. നല്ലൽക്കാണോ ജീവിച്ചത്, നല്ല ആത്മാർത്ഥതയിലാണോ ജീവിച്ചത്, നല്ല രൂപത്തിൽ മരിച്ചു. നല്ല ഈമാനിലൂടെ, ഇഖ്ലാസിലൂടെ, പടച്ച റബ്ബിനെ പേടിച്ച്, പരലോകണ്ട് എന്ന് വിശ്വസിച്ച്, ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കി നല്ല നിലക്കാണോ ജീവിച്ചത്, അന്ത്യം നല്ല നിലക്ക് കാക്ഷിക്കാൻ കഴിയും. അതേ സമയത്ത് ദുനിയാവിന്റെ മോഹിയായി ജീവിച്ചു, പരലോകം മറന്നുപോയി. നിന്റെ ശ്രദ്ധയിൽ പരലോകത്തിന്റെ ചിന്ത വന്നില്ല. നീ ദുനിയാവിന്റെ പ്രണയവും ദുനിയാവിന്റെ പ്രേമവുമായിട്ട് നിന്റെ ദുനിയാവ് അങ്ങനെ തല്ലി തകർത്തു നീ ജീവിച്ചു. നിന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ, താല്പര്യങ്ങളെ ഓരോന്നും ഓരോന്നും നിറവേറ്റി കൊടുത്തുകൊണ്ട് നീ മുന്നോട്ട് നീങ്ങി. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാകുമ്പോ നിന്റെ അവസാന ഘട്ടം വരുമ്പോ നിന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. കൂട്ടുകാരുണ്ടോ? കൂട്ടുകാരില്ല. നാട്ടുകാരുണ്ടോ? നാട്ടുകാരില്ല. കുടുംബക്കാരുണ്ടോ? കുടുംബക്കാരില്ല. നിനക്കൊന്ന് നാവ് പൊന്തിച്ച് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഈമാനിന്റെ ഇഖ്ലാസിന്റെ കണിക അത് ചൂടാറാതെ കിടക്കുന്നുവെങ്കിൽ നിന്റെ നാവിൽ അതിന്റെ വിസ്മയം തീർത്തുകൊണ്ട് കലിമ ചൊല്ലാനൊക്കും. പക്ഷേ നാവിലൂടെ അങ്ങനെ ഒരു അക്ഷരം മൊഴിയാൻ നിന്റെ നാവ് പൊങ്ങുന്നില്ല. സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്തായി പേടിപ്പെടുത്തുന്ന ധാരാളം മരണങ്ങൾ കണ്ട കൂട്ടത്തിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന രീതിയിൽ ഒരു മരണം വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയില് കുഴഞ്ഞു വീണ് മരിച്ചുപോയി. ജീവിതത്തിന്റെ അവസാനം കാര്യബോധത്തിലല്ലാതെ പോയി. കളിയിലായിട്ടല്ലേ ജീവിതം സമാപിച്ചത്, കളിയിലായിട്ടല്ലേ ജീവിതം അവസാനിച്ചത്. മറ്റൊരു മരണം എന്താണെന്നറിയോ? കള്ള് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ, മദ്യപാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതേ ശ്വാസം മുട്ടിപ്പോയി. അദ്ദേഹത്തിന് ശ്വാസം തിരിച്ചെടുക്കാൻ കഴിയാതെ ആകെ വിഷമത്തിലായി. അദ്ദേഹത്തിന്റെ തലച്ചോറിലേക്ക് രക്തം അങ്ങോട്ട് കയറിക്കൂടി. ഉടനെ തന്നെ രക്തം ഛർദിച്ചു മരണപ്പെട്ടുപോയി. അവസാനം വിടവാങ്ങുമ്പോ വായിലുള്ളത് നജസാണേ, കുടിച്ചിരിക്കുന്നത് നജസാണേ. നജസ് കുടിച്ച നാവ് കൊണ്ട് എങ്ങനെ കലിമ ചൊല്ലാനാ, എങ്ങനെ കലിമ ഉച്ചരിക്കാനാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ത്യം നന്നാകാൻ വേണ്ടിയല്ലേ നമ്മുടെ ജീവിതം, ആഖിബത്ത് നന്നായി കിട്ടാനല്ലേ നമ്മുടെ ജീവിതം. അല്ലാഹു നമ്മോട് ചെയ്തൊരു നഫ്സി വസിയ്യത്തല്ലേ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. നിങ്ങൾക്ക് ഇസ്ലാം എന്ന് പറയുന്ന വലിയ അനുഗ്രഹം തന്നില്ലേ, ഇനി നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ. മുസ്ലിമായി മരിക്കണമോ? അതിനെന്താ ചെയ്യേണ്ടത്? ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി. റബ്ബ് സുബ്ഹാനഹു വ തആല അനുസരിച്ചുകൊണ്ട് സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുക, മുത്തഖീങ്ങളായി ജീവിക്കുക. അതാണ് ആഖിബത്ത് നന്നാകാനുള്ള ഏറ്റവും വലിയ മരുന്ന്. അവസാന ഘട്ടം നന്നായി കിട്ടിയാൽ നമ്മുടെ ജീവിതം ലാഭത്തിലായി, നമ്മുടെ ജീവിതം സന്തോഷത്തിലായി. എത്ര ആളുകളാണ് നിങ്ങൾ നോക്ക്, അവസാന ഘട്ടത്തില് അവരെ ജീവിതത്തിന്റെ റിസൾട്ട് അവര് പറഞ്ഞത് നഊദു ബില്ലാഹ്. ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോകുമ്പോ അയാള് അവസാന നേരത്ത് പറയുന്നത് ഐന ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി. ഒരു പാട്ടങ്ങനെ പാടുകയാണ് ഇയാൾ. മരണം വരുന്ന നേരത്ത് ഇയാൾ പാടുകയാണ് ഐന ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി.
എന്താണെന്നറിയോ സംഗതി സഹോദരങ്ങളെ? മുൻജാബു എന്ന് പേരുള്ള അവന്റെ പ്രാണപ്രേയസി, അവന്റെ പ്രേമിക്കുന്ന പെൺതരി, ആ പെൺതരിയെ എന്നും പോയി ഇവൻ സ്വകാര്യമായി ദൂരെ നിന്ന് നോക്കുന്ന ഒരു സ്ഥലമാണ്. അവൾ കുളിപ്പുരയിലേക്ക് കയറുമ്പോ ആ ഒരു നേരത്ത് ഇവളെങ്ങനെ ദൂരത്തുനിന്ന് നോക്കിയിട്ട് ഇങ്ങനെ ആസ്വദിക്കും. അങ്ങനെ ആസ്വദിക്കുമ്പോ എന്നും ഇവനിങ്ങനെ പറയും, ഓ ആ കുളിപ്പുരയുടെ അടുത്ത് പോയി നിന്ന് നോക്കിയാൽ എന്തൊരു സുഖാണ്, എന്തൊരു രസാണ്. മരണം വന്നപ്പോഴും അയാളെ നാവിൽ നിന്ന് വരുന്ന വർത്തമാനം അതാണ്, മുൻജാബിന്റെ ആ കുളിപ്പുരയിലേക്കുള്ള റൂട്ട് എവിടെയാണ്? അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വരുന്ന സമയത്തും ഇവന്റെ നാവിലൂടെ വരുന്നത് ആ ഒരു സംഗതിയാണ്. എങ്ങനെ ഉണ്ടാവും സഹോദരങ്ങളെ ആ ഒരു നേരത്തുള്ള വിടവാങ്ങൽ? അള്ളാഹു നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ. മരിക്കുന്ന നേരത്ത് രക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ, മരിക്കുന്ന നേരത്ത് ഈമാൻ സലാമത്തായിട്ടില്ലെങ്കിൽ പിന്നെ ഈ ജീവിതകാലത്തുള്ള മൊത്തം പോയി. എല്ലാ സുഹൃതങ്ങളും അതിനു വേണ്ടിയാണ്, എല്ലാ സൽക്കർമ്മങ്ങളും അതിനു വേണ്ടിയാണ്. ആഖിബത്ത് നന്നായി കിട്ടാൻ വേണ്ടി, അവസാനം നന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. എങ്ങനെ നല്ല രൂപത്തിൽ ആള് മരിച്ചു എന്ന് പറയാ? എങ്ങനെ ഒരാൾ നല്ല രൂപത്തിൽ മരിച്ചു എന്ന് തീരുമാനിക്കുക? എങ്ങനെ അയാള് ആഖിബത്ത് നന്നായിട്ടാ മരിച്ചു എന്ന് എങ്ങനെ തീരുമാനിക്കാം? ഒന്നുകിൽ നല്ല ദിവസം മരിക്കാം. നല്ല ദിവസമാണ് ഒരാൾ മരിച്ചതെങ്കിൽ ഉറപ്പിക്കാം അയാളെ മരണം നല്ല മരണാണ്, അവസാനം നല്ല രൂപമാണ്, നല്ല ദിവസമാണ് അല്ലാഹു നൽകിയത്. മരിക്കാൻ ഏറ്റവും നല്ല ദിവസം ഏതാ? വെള്ളിയാഴ്ച അല്ല, തിങ്കളാഴ്ച. മരിക്കാൻ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുനിന്ന് വിടവാങ്ങിയത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ കൊണ്ടുവരുന്ന അധ്യായം കണ്ടില്ലേ? ബാബു മൗത്തി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ മഹത്വത്തെ പറ്റി പറയുന്ന അധ്യായം. തിങ്കളാഴ്ചയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. തങ്ങൾ പിറന്നതും തിങ്കളാഴ്ച തന്നെയല്ലേ? തങ്ങൾ വഫാത്തായതും തിങ്കളാഴ്ചയാണ്. സുന്നത്ത് നോമ്പുകൾ ഷർഫാക്കപ്പെട്ട നോമ്പുകളിൽ ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പുള്ള ദിവസവും തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച മരിക്കുന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഒരു തിങ്കളാഴ്ച മരിക്കണമെന്ന് ആഗ്രഹിച്ച മഹാനാണ് ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹത്വം അല്ലാഹു നൽകിയ മഹാൻ. എല്ലാ വെള്ളിയാഴ്ചയും ഖതീബുമാര് ഖുതുബയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് കേട്ടിട്ടില്ലേ? അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ്. അംബിയാഇന് ശേഷം മനുഷ്യരിലെ ഏറ്റവും മഹത്വമുള്ള മഹാൻ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ ആഗ്രഹിച്ചതും തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മോളെ ഇന്ന് ഏതാണ് ദിവസം? ഇന്ന് തിങ്കളാഴ്ചയാണ് ഉപ്പാ. ഇന്നല്ലേ എന്റെ നേതാവ് ലോകത്തോട് വിടവാങ്ങിയത്. അതേ, ഇന്നെനിക്ക് മരണം വന്നിരുന്നെങ്കിൽ. സിദ്ദീഖ് തങ്ങൾ ആഗ്രഹിച്ചത്, കൊതിച്ചത് തിങ്കളാഴ്ച വഫാത്താകാനാണ്. പക്ഷേ സംഗതി നടന്നത് ചൊവ്വാഴ്ചയാണ്. സിദ്ദീഖ് തങ്ങൾ ആഗ്രഹിച്ചല്ലോ എന്നതാണ് ഇമാം ബുഖാരി തങ്ങളെ തെളിവ്. ഒരു ഔലിയാക്കളിൽപ്പെട്ട ഏറ്റവും വലിയ മഹാന് മനസ്സുകൊണ്ടൊരാഗ്രഹം ആഗ്രഹിച്ചെങ്കിൽ അതൊരു ചെറിയ കാര്യമാകൂല. തിങ്കളാഴ്ച പോലെ തന്നെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും മരിക്കുന്നതിന് വലിയ മഹത്വമുണ്ട്. ഫതുഹുൽ മുഈനിൽ കണ്ടില്ലേ? വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഒരാൾ മരണപ്പെട്ടാൽ വഖാഹുല്ലാഹു മിൻ ഫിത്നത്തിൽ ഖബ്രി വഅദാബിഹി, ഖബറിന്റെ ഫിത്നയിൽ നിന്നും അദാബിൽ നിന്നും അല്ലാഹു
കാവൽ നൽകുന്നു. എത്ര ആളുകളാണെന്നറിയോ അങ്ങനെ ചോദിച്ച് 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 നല്ല ദിവസം വഫാത്താകുന്നത്. അല്ലാ, ഞങ്ങൾ ആ പ്രദേശത്ത് വലിയൊരു ധർമ്മിഷ്ഠനുണ്ടായി. ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഈ സുഹൃതങ്ങളിലൊക്കെ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് ദുനിയാവെന്ന് പോകുമ്പോ ഈമാനോടെ മരിച്ചു പോകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മരണം എന്നുള്ളത് എപ്പോഴും സംഭവിക്കാൻ, നിങ്ങളെ മുന്നിൽ ഞാനാകാം, എന്റെ മുന്നിൽ നിങ്ങളാകാം, ആരും ആകാം. ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ നമുക്ക്. എന്ത് ഗ്യാരണ്ടിയല്ലോ? ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ ഓരോ സാധനം വാങ്ങുമ്പോ ചോദിക്കും എത്ര വർഷം ഗ്യാരണ്ടി ഉണ്ടെന്നല്ലേ. ചോദിക്കുന്ന ആൾക്കാരെ ചോദിക്കുമ്പോ രസാണ്. ഈ കാലം ഈ ഗ്യാരണ്ടി കാണാൻ ഇയാൾ ഉണ്ടാവുമെന്ന് അറിയില്ല. ഒരു ബൾബ് ഇങ്ങനെ വാങ്ങുമ്പോഴേ എത്ര വാട്സിന്റെ ബൾബാ? വാട്സ് കൂടുതലുണ്ട്. 400-500 രൂപ വില ഉണ്ട്. ഇത് കേട് വന്നാലോ, കേട് വരണ്ട, എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റിയാൽ അത് അങ്ങനെ തന്നെ സാധനം കമ്പനി മാറ്റിത്തരും. 2 വർഷം വരെ അങ്ങനെ ഉണ്ട്. 2 വർഷം ഇത് കത്തി കാണാൻ ഇയാൾ ഉണ്ടാകോ? കേട് വരാൻ നോക്കി നിൽക്കാൻ ഇയാൾ ഉണ്ടാകോ? നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങനല്ലേ? കാലാവധി തീരും മുമ്പ് പലരും പോയില്ലേ സഹോദരങ്ങളെ? അസ്രായിലിനെ പോലും നെട്ടിച്ച മരണമുണ്ട്. അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല ചോദിച്ചില്ലേ, ഏതെങ്കിലും മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലാതെ പരിഭ്രമാവസ്ഥ വന്നിട്ടുണ്ടോ? ഉണ്ട് പടച്ചോനെ. ചില മരണങ്ങളൊക്കെ നീ അങ്ങ് പിടിക്കണം എന്ന് പറയുമ്പോ ഞാൻ വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ട്. എല്ലാം കൂടി പറയാൻ നേരല്ല, അതിലൊന്ന് പറയാം. എല്ലാം കൂടി പറയാൻ നേരല്ല, ഒന്ന് പറയാം. ഒരു മരണം, 2 ചെറുപ്പക്കാര് 300 കൊല്ലമെടുത്ത് അള്ളാഹുവിന്റെ ഭൂമിയിൽ സ്വർഗം ഉണ്ടാക്കി. ഷദീദും ഷദ്ദാദും. രണ്ടും പണക്കാരാണ്, വലിയ സമ്പന്നരാണ്, കോടിപതികൾ. എത്ര കൊല്ലെടുത്താ സ്വർഗം ഉണ്ടാക്കിയത്? 3 നൂറ്റാണ്ട്, 300 കൊല്ലം. 300 കൊല്ലം ഉപയോഗിച്ചുകൊണ്ട് വലിയ ഒരു സ്വർഗലോകം ഉണ്ടാക്കി. സ്വർഗത്തിന്റെ എല്ലാ അവസ്ഥകളും കൊണ്ടുവന്നു. സ്വർഗത്തിൽ 4 നദികളുണ്ടല്ലോ അല്ലെ? 4 നദികൾ സ്വർഗത്തിലൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഒരിക്കലും കേടുവരാത്ത, രുചി മാറ്റം ഇല്ലാത്ത, ഏറ്റവും നല്ല പവർഫുള്ളായ ശുദ്ധജലം ഒഴുകുന്ന ഒരു നദി. അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ. നിറഭേദം വരാത്ത, കളർ മാറാത്ത, രുചി മാറാത്ത ഏറ്റവും നല്ല വെള്ളത്തിന്റെ ഒരു നദി. വഅൻഹാറും മിൻ ഖംറിൽ ലദ്ദത്തിൽ ലിശാരിബീൻ. കുടിക്കുന്നവർക്ക് ആനന്ദമേകുന്ന ഖംറിന്റെ നദി. ഖംറന കള്ള് ഇവിടുത്തതല്ലോ. അല്ലാ, അതിന്റെ കഥ പിന്നെ പറയണ്ട. പിന്നെ 2 കാലൊക്കെ പോയി 3 കാലം. ഇത് കുടിക്കുന്നവർക്ക് ആനന്ദം ഉണ്ടാകുന്ന, ഭാഷ മാറൂല, രൂപം മാറൂല, തലവേദന വരൂല, ഉമ്മാനും പങ്ങളി ഒരുപോലെ കാണൂല, 2 രൂപത്തിൽ തന്നെ കാണുക. നല്ല ആനന്ദമേകുന്നതാണ് കുടിക്കുന്നവർക്ക്. അയാളെ ബുദ്ധിക്ക് വേറെ രൂപമൊന്നും വരൂല. അങ്ങനത്തെ ഒരു തരം നദി. രുചി മാറ്റം വരാത്ത പാല്. അങ്ങനത്തെ പാലുണ്ട് ഇവിടെ. ഇവിടെ പാലുണ്ടെന്ന് വെച്ചാൽ പിറ്റേന്നൊക്കെ എന്നെ രൂപം മാറിയില്ലേ? ഇന്നലെ കൊണ്ടെന്ന് വെച്ചാൽ പാല് ഇന്ന് സുരക്ഷിതമായി വെച്ചിട്ട് രാവിലെ ആകുമ്പോഴേക്ക് എന്റെ കളറ് മാറി. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോ പിന്നെ പറ്റപ്പോയി, പിന്നെ എടുക്കാനില്ല. ഇത് നല്ല ശുദ്ധമായ പാല്. ഒരിക്കലും കളറ് മാറൂല, രുചി മാറൂല, നിറം മാറൂല. ശുദ്ധമായ പാലിന്റെ പുഴ. വൻഹാറും മിൻ അസലിൻ മുസഫാ. നല്ല കടഞ്ഞെടുത്ത ശുദ്ധമായ തേനിന്റെ പുഴ. 4 പുഴകളും ഇവരീ സ്വർഗത്തിന്റെ ചുറ്റുഭാഗങ്ങളിൽ ഒഴുക്കി. സഹോദരങ്ങളെ, സ്വർണത്തിന്റെ ഇഷ്ടിക കൊണ്ടാണ് അവർ അതിന്റെ ചുമരൊക്കെ പൂർത്തിയാക്കിയത്. കാരണം സ്വർഗത്തിന്റെ ചുമര്, അതിന്റെ ചുമരില് അല്ലാഹു തആല വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ളതുപോലെ ചൂട് വെച്ചുണ്ടാക്കിയ കട്ടകളല്ല. അതുപോലെ തന്നെ മുറിച്ചെടുത്ത്, കല്ലിന്റെ മുറിച്ചെടുത്ത കട്ടകളല്ല. അല്ലെങ്കിലോ വേറെ ഏതെങ്കിലും മെഷീനിൽ വെച്ച് പഴുത്തുണ്ടാക്കിയ കല്ലുകളല്ല. സ്വർണത്തിന്റെ ഇഷ്ടികകളാണ് സ്വർഗത്തിന്റെ ചുമരിന്റെ ഓരോ കട്ടയും. സ്വർണത്തിന്റെ ഇഷ്ടിക ഒന്ന് സങ്കല്പിച്ചു നോക്കി. സ്വർണത്തിന്റെ ഒരു കട്ടിയെന്ന് ഒരാൾ കൊണ്ടുവരാൻ എന്തൊരു പ്രയാസം ഉണ്ടല്ലേ? പലയിടത്തും
ചിലര് കൊണ്ടുവരുന്ന രൂപം കാണുമ്പോ തന്നെ അയാൾ മരിച്ചുപോയോ ചിന്തിച്ചു. അത്രയും ഇടങ്ങേറില്ല. ഇത് സ്വർണത്തിന്റെ ഇഷ്ടിക, സ്വർണത്തിന്റെ ഇഷ്ടിക രാജാക്കന്റെ ഭാഗങ്ങളിൽ നിന്നും. അതിന്റെ മണ്ണോ, ആ മണ്ണ് തുറാബുഹാ മിൻ സഅഫറാൻ, നല്ല കുങ്കുമ നിറമുള്ള സുന്ദരമായ മണ്ണാണ്. കസ്തൂരി വാസനിക്കുന്ന സുഗന്ധമാണ് സ്വർഗത്തിന്റെ എല്ലാ മണ്ണുകളിലുമുള്ളത്. സ്വർഗത്തിന്റെ ഒരു മണ്ണിനും സഹോദരങ്ങളെ സുഗന്ധമല്ലാത്ത മറ്റൊന്നുമില്ല. അങ്ങനെ എല്ലാത്തരം സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ച് 300 കൊല്ലം പണിപ്പെട്ടുകൊണ്ട് ഷദീദും ഷദ്ദാദും വലിയ സ്വർഗലോകം പണിത് ഉയർത്തിയിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അവർ കാത്തു കഴിയുമ്പോ വാതിലുകളും ജനവാതിലുകളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ അതേ രൂപത്തിൽ തന്നെ ഒപ്പിച്ചുണ്ടാക്കി, എല്ലാ സംവിധാനങ്ങളും റെഡിയാക്കി ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാൻ വേണ്ടി കാലെടുത്ത് വെക്കാൻ ഒരുങ്ങുന്ന നേരത്ത് അസ്രാഈലിനോട് അല്ലാഹു പറഞ്ഞു, ഇപ്പോൾ പിടിക്കണം, ഒരു സെക്കൻഡ് ബാക്കി വെക്കരുത്. ഒന്ന് കേറാൻ പോലും വിട്ടില്ല, പിടിക്കണം. കാലെടുത്ത് വെക്കുമ്പോഴേക്ക് 2 കൂട്ടരും പിടിച്ചു. ഷദീദിനും പിടിച്ചു, ഷദ്ദാദിനും പിടിച്ചു. വല്ലാത്തൊരു മരണമാണ് അല്ലാഹുവേ, വല്ലാത്തൊരു മരണം. ഒരു മിനിറ്റ് പോലും ആ വീട്ടിന്റെ ഉള്ളിലൊന്ന് കയറി ആസ്വദിക്കാൻ അല്ലാഹു അവസരം കൊടുത്തില്ല. പടച്ചറബ് അവസരം കൊടുക്കണ്ടേ? വെല്ലുവിളി ആരോടാ അറിയോ? അള്ളാഹിനോട്. ഉള്ളിൽ കയറിയിട്ട് ഇനി എന്താ പറയാനുള്ളത് എന്നറിയോ? അള്ളാഹുവിന്റെ മേലെ, അള്ളാഹുവിനൊക്കെ നമ്മൾ ജയിച്ചടക്കി, അവിടെയുള്ള സ്വർഗം നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെന്നാ പറയാനുള്ളത്. അതിന് ജീവൻ വേണ്ടേ? ആദ്യം ആത്മാവ് ജീവൻ വേണ്ടത് പറയണമെങ്കിൽ ഇത്രയും കാലം ഇത് കൊടുത്തതൊക്കെ പടച്ച റബ്ബാണ് എന്നുള്ള ചെറിയൊരു ബോധം വേണ്ടേ? പിടിക്കാൻ പറഞ്ഞു. അല്ലാഹു തആല പറഞ്ഞതനുസരിച്ച് ഇസ്രാഈൽ അലൈഹിസ്സലാം ഒരു സെക്കൻഡ് പോലും സമയം കൊടുക്കാതെ ആത്മാവുകളെ പിടിച്ചു. വല്ലാത്ത ഭയാനകമായ രീതിയാണ് സഹോദരങ്ങളെ. നല്ല സന്ദർഭത്തിൽ മരിച്ചു കിട്ടണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മരിക്കുന്ന നേരത്ത് നല്ല അവസ്ഥകൾ ഉണ്ടാകുക. സുബ്ഹാനല്ലാഹ്. നിസ്കാരത്തിലായി മരിക്കാൻ കഴിയുക നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. നിസ്കാരത്തിലായി മരിക്കാൻ കഴിയുക നല്ല മരണത്തിന്റെ അടയാളമാണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം അള്ളാഹുവിനോട് കൊതിച്ചതും ആഗ്രഹിച്ചതും നിസ്കാരത്തിലായി ആത്മാവിനെ പിടിക്കാനാണ്. അള്ളാഹുവിലേക്ക് മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ആത്മാവിനെ അല്ലാഹു തആല പിടിച്ചുപോയി. നിൽക്കുന്ന നൃത്തത്തിലാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം വഫാത്തായി പോയത്. പക്ഷേ ഒരു കയ്യില് പിടിക്കുന്ന അവലംബിക്കുന്ന ഒരു വടിയുണ്ട്. ആ വടി അങ്ങനെ ഒരു വർഷക്കാലം ആ വടിയുടെ ബലത്തിൽ അങ്ങനെ നിന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം നോക്കുന്നു എന്ന് കരുതിയിട്ട് ജിന്നുകൾ സജീവമായി പണിയെടുക്കുന്നു. അവര് കഥയറിഞ്ഞിട്ടില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം തായോട്ടങ്ങ് വീണുപോയി. ഈ പിടിച്ച വടി മുഴുവനും ചെതല് ഭക്ഷിച്ചു കഴിഞ്ഞപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം വീണുപോയപ്പോഴാണ് ജിന്നുകൾക്ക് മനസ്സിലായത് ഇതുവരെ നമ്മൾ വെറുതെ പണിയെടുത്തു പോയി. സുലൈമാൻ നബി അലൈഹിസ്സലാം എന്നോ വഫാത്തായിട്ടുണ്ട്. ഒരു വർഷക്കാലം അങ്ങനെ നിന്നിട്ടുണ്ട് സഹോദരങ്ങളെ. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു വർഷക്കാലം നിന്നിട്ടും കണ്ണ് വീണു പോയിട്ടില്ല, കാത് പറഞ്ഞു പോയിട്ടില്ല, ശരീരത്തിന്റെ ഒരു ഭാഗവും ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. കാരണം ആള് ഹൈപ്പവർ ആളാണ്. പവർ കൂടുതലുള്ള ആളാണെങ്കിൽ ഭൂമി ഒന്നും തൊടൂല, ഒരു മണ്ണും തൊടൂല, മണ്ണിരയും തൊടൂല, ഒന്നും തൊടൂല. അള്ളാഹുവിന്റെ പ്രവാചകരല്ലേ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. എത്ര വലിയ മഹത്വമുള്ള, എത്ര വലിയ ശുക്റുള്ള നബിയാണ്. നിസ്കാരത്തിലായിട്ടാണ് ഇവിടെ വാങ്ങാൻ ആഗ്രഹിച്ചത്. വലിയ സന്തോഷല്ലേ ഉണ്ടായത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്. വലിയ റാഹത്തല്ലേ അല്ലാഹു തആല കൊടുത്തത്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സൈന്യങ്ങൾ മുഴുവനും സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പേടിച്ച് മഹാനവർകൾ വഫാത്തായ ഒരു വർഷം കഴിഞ്ഞിട്ടും അവരെടുക്കുന്ന പണിയൊക്കെ അവർ തുടർന്നുകൊണ്ടേയിരുന്നു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ വഫാത്താകാൻ കഴിയുക,
ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുമ്പോ വഫാത്താകാൻ കഴിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻജാഅഹുൽ മൗതു വഹുവ യത്ലുബുൽ ഇൽം. ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾക്ക് മരണം വന്നാൽ എന്തിനാണ് ഇയാൾ ഇൽമു പഠിക്കുന്നത്? ലിയുഹീ ബിഹിൽ ഇസ്ലാം, ഇസ്ലാമിനെ സജീവമാക്കാൻ വേണ്ടി. ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുമ്പോ മരണം വന്നാൽ ഫബൈനഹു വബൈനൻ നബിയീന ദറജത്തുൻ വാഹിദ, അവന്റെയും അമ്പിയാക്കളുടെയും ഇടയിൽ ഒരൊറ്റ ദറജയുടെ വ്യത്യാസമേ ഉള്ളൂ. അമ്പിയാക്കൾക്കും ഈ മനുഷ്യനും ഇടയിൽ ഒരു ഗ്രേഡ് മാത്രമേ മാറ്റമുള്ളൂ. അടുത്ത സ്ഥാനം അല്ലാഹു നൽകുന്നത് ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുമ്പോ വഫാത്തായ മുതഅല്ലിമിനാണ്, ആലിമിനാണ്. സാധാരണക്കാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, കൂട്ടുകാരെ, ഇൽമിന് എത്ര മഹത്വമാണ് അല്ലാഹു നൽകിയിരിക്കുന്നത്. ഈ ഇൽമു പഠിക്കുന്നവർക്ക് എത്ര മഹത്വമാണ് അല്ലാഹു നൽകിയ ബഹുമാനമല്ലല്ലോ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ വഫാത്താകാൻ കഴിയുക ചെറിയ ബഹുമാനമാണോ? വലിയ ബഹുമാനമല്ലേ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ വഫാത്താകുന്നതിന്? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്തായത് ദുൽഹിജ്ജ മാസത്തിലല്ലേ? വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ഉസ്മാൻ തങ്ങൾ അന്നൊക്കെ സുന്നത്ത് നോമ്പ് നോൽക്കുന്നുണ്ട്. സുന്നത്ത് നോമ്പ് നോറ്റിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് നോമ്പ് തുറക്കാനുള്ള ഒരു തുള്ളി വെള്ളം പോലും പുറത്ത് നിൽക്കുന്ന പ്രക്ഷോഭകാരികളായ ജനങ്ങള് കൊടുക്കാതെ വന്നപ്പോ മഗ്രിബിന്റെ നേരത്ത് വീടിന്റെ നേരെ മുകളിൽ ഒരു വലിയ ദ്വാരം പ്രത്യക്ഷപ്പെട്ട് ആ ദ്വാരത്തിലൂടെ, ഓട്ടയിലൂടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, ഉസ്മാനേ, നിങ്ങൾ നോമ്പുകാരനല്ലയോ? ഒരു പാനപാത്രം തായോട്ട് ഇങ്ങനെ ഇറക്കി കൊടുത്തു. ഈ വെള്ളം ഉപയോഗിച്ച് നോമ്പ് തുറന്നോളൂ. നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ വെള്ളം കൊണ്ട് അത്തായത്തിന്റെ നേരത്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് നാളത്തെ നോമ്പ് നോറ്റുകൊണ്ട് നമ്മുടെ സവിധത്തിൽ വെച്ച് നോമ്പ് തുറക്കാം. വിസ്മാദങ്ങൾക്ക് വലിയ സന്തോഷമല്ലേ കിട്ടിയത്? പരിശുദ്ധ ഖുർആൻ ഓതുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് നോമ്പ് നോറ്റിട്ട് ഒന്ന് തുറക്കാൻ വെള്ളം കൊടുക്കാൻ പോലും കുടുംബക്കാരെയോ സ്വന്തം ഭാര്യയെയോ കാവലിന് നിർത്തിയ മറ്റു കൂട്ടുകാരെയോ ആരെയും അങ്ങോട്ട് കടത്തിവിടാൻ പ്രക്ഷോഭകാരികളായ സമൂഹം സമ്മതിക്കാതെ വന്നപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ നേരിട്ട് വന്ന് സഹായിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വെള്ളം സ്വീകരിച്ചു നോമ്പ് തുറന്നു. പിറ്റേന്നും നോമ്പ് നോറ്റു. ശത്രുക്കളെ കണ്ണും വെട്ടിച്ച് ഒരു പാത്രം വെള്ളവുമായിട്ട് ഉസ്മാൻ തങ്ങളുടെ ഭാര്യ നായില ബീവി റളിയല്ലാഹു അൻഹാ പിറ്റേന്ന് രാവിലെ നേരം നോക്കിയിട്ട് ഇന്നലെ നോമ്പ് തുറക്കാൻ പോലും വെള്ളം കിട്ടാത്ത സ്വന്തം ഭർത്താവിന് അല്പം വെള്ളം കൊടുക്കട്ടെ എന്ന് കരുതിയിട്ട് വെള്ളപ്പാത്രവുമായി ഉള്ളിലെത്തിയപ്പോ, പെണ്ണേ, ഞാൻ നോമ്പുകാരനാണ്, നിങ്ങൾ നോമ്പുകാരനോട് എന്നൊരു വാക്കാണ്. ശത്രുക്കൾക്ക് മതിയാക്കേണ്ടത് അള്ളാഹു മതിയാക്കി കൊടുക്കും. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അള്ളാഹു എല്ലാം സ്വീകരിക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. ഒരു തുള്ളി രക്തം ഖുർആനിൽ ഉറ്റിയത് നാളെ ആഖിറത്തിൽ അവിടെ സാക്ഷിയായിട്ട് വരും. ഒരു തുള്ളി രക്തം. അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ നോമ്പ് നോറ്റുകൊണ്ടാണ് പരലോകത്തേക്ക് പോയത്. നോമ്പ് നോറ്റുകൊണ്ട് പോകാൻ കഴിയുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. സഹോദരങ്ങളെ, നോമ്പുകാര് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതിനെ സംബന്ധിച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നോമ്പ് നോറ്റിട്ട് അങ്ങനെ വഫാത്തായി പോയ ആളുകള് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അവരുടെ വായയിൽ നിന്ന്, തൊള്ളയിൽ നിന്ന് അടിച്ചു വീശുന്ന ഒരു സുഗന്ധമുണ്ട്. ആ സുഗന്ധം കൊണ്ട് എല്ലാവരും വാസനിച്ച് നോക്കിപ്പോകും, ചോദിച്ചു പോകും, എവിടുന്നാണ് ഈ വാസന വരുന്നത്?
ആ വാസന കൊണ്ടാണ് ആൾക്കാർ തിരിച്ചറിയുക ആ ആളുകൾ നോമ്പ് നോറ്റിട്ടാ മരിച്ചുപോയത്. നോമ്പ് നോറ്റിട്ട് മരിച്ചുപോയി, വലിയ ഭാഗ്യല്ലേ? ഖുർആാനോദിയിട്ട് ഖുർആാനോത്തിന്റെ ഇടയിൽ ആള് വഫാത്തായി പോയി, വലിയ ഭാഗ്യല്ലേ സഹോദരങ്ങളെ? സുജൂദിലായി അങ്ങനെ തന്നെ വഫാത്തായി പോയി, വലിയ ഭാഗ്യമല്ലയോ? നോമ്പ് നോറ്റിട്ട് തന്നെ എനിക്ക് മരിക്കണമെന്ന് കൊതിച്ച മഹദിയല്ലേ സയ്യിദത്തുനാ ബീവി നഫീസ റളിയല്ലാഹു തആല അൻഹ. 30 കൊല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തു പോയില്ലേ, അല്ലാഹുമ്മ തവഫനി സ്വായിമാ, നോമ്പുകാരിയായിട്ട് എന്റെ റൂഹിനെ പിടിക്കണേ അല്ലാ. നോമ്പ് നോറ്റുകൊണ്ട് തന്നെ വഫാത്താകാൻ ആഗ്രഹിച്ചു പോയി. അവസാന ഘട്ടത്തിൽ രോഗം കൂടുതലായപ്പോ ഭർത്താവും കുടുംബക്കാരും ചേർന്ന് വൈദ്യന്മാരെ കൊണ്ടുവന്നു. ഡോക്ടർമാര് ചികിത്സിച്ചിട്ട് പറഞ്ഞു നോമ്പ് മുറിക്കണം, മരുന്ന് കഴിക്കണം. നഫീസ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു ഇസ്രിഫു അന്നി തബീബി വദഊനി വ ഹബീബി, ഡോക്ടർമാരോട് പോകാൻ പറയൂ, എന്നെയും എന്റെ ഹബീബായ റബ്ബിനെയും നിങ്ങളങ്ങ് വിട്ടേക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിലേക്ക് നോക്കിപ്പോയി. ഡോക്ടർമാരിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മഹദി പറഞ്ഞു അത്വബീബു നളറ ഇലയ്യ, യഥാർത്ഥ ഡോക്ടർ എന്നെ നോക്കിപ്പോയി. നോക്കിയിട്ട് എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ മഹദി പറഞ്ഞു യഥാർത്ഥ ഡോക്ടറെ ഭാഷ എന്താണെന്നറിയോ? ഇന്നി ഫആലുൽ ലിമാ ഉരീദ്, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ നിറവേറ്റും, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ നിർവഹിക്കും, എനിക്ക് ആരും തടസ്സമല്ല. നോമ്പ് നോറ്റുകൊണ്ട് മരിക്കണമെന്ന് 30 കൊല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്ത മഹദി നോമ്പുകാരിയായിട്ട് തന്നെയാണ് ദുനിയാവിൽ നിന്ന് വിടവാങ്ങിയത്. അതേ ഡോക്ടർമാരൊക്കെ പോയ നേരത്ത് വുളു എടുത്തുകൊണ്ട് മഹദി ഓതാൻ തുടങ്ങി. സൂറത്തിന്റെ അൽ ബഖറ മുതൽ ഇങ്ങനെ ഓതി 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 വന്നു. മരണമാകും എണ്ട് ബിണ്ടില് ഓതി അൻആമാനേ, മനിതാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. സൂറത്തുൽ അൻആം ഓതിക്കൊണ്ടിരിക്കുമ്പോ 2 അഭിപ്രായങ്ങൾ കാണാം. ഒന്നുകിൽ കതബ അലാ നഫ്സിഹിർ റഹ്മാ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഒരു റഹ്മത്ത് ബിജഹാല സുമ്മ താബ മിൻ ബഅദിഹി വ അസ്ലഹ ഫഅന്നഹു ഗഫൂറുർ റഹീം എന്ന ആയത്ത് എത്തിയപ്പോഴാണ് മഹദി വഫാത്തായത്. അതല്ല ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. വിശ്വാസികൾക്ക് ആഖിറത്തിൽ ദാറുസ്സലാം എന്നൊരു സ്വർഗ്ഗലോകമുണ്ട് എന്ന സ്വർഗത്തിന്റെ ആയത്ത് ഓതിയിട്ടാണ് വഫാത്തായത്. അങ്ങനെയും കാണാം. ഇരിക്കട്ടെ, എന്തൊരു ഭാഗ്യമാണ് ലഭിച്ചത്. നോമ്പുകാരിയായിട്ട് ഖുർആൻ ഓതിയിട്ട് വിടവാങ്ങാൻ കഴിഞ്ഞു. സഹോദരങ്ങളെ, ഒരു നിസ്കാരം പോലും ഖളാ ഇല്ലാതെ, ഒരു നോമ്പ് പോലും വീട്ടാൻ ഒഴിവാക്കാതെ ഒക്കെ പൂർത്തിയാക്കിക്കൊണ്ട് നല്ല ബോധത്തോടെ മരിക്കാൻ കഴിയുക എന്തൊരു സന്തോഷമാണ്. ഖുർആൻ കേട്ടിട്ട് മരിക്കും. അല്ലാഹു ഭാഗ്യം തരട്ടെ. നമ്മൾ ഖുർആന്റെ ആൾക്കാരാകണം. ദുന്യാവിന്റെ ആൾക്കാരായ ഈ പറഞ്ഞ ഒന്നും കിട്ടൂല. ഖുർആന്റെ ആൾക്കാരാകണം. ദിക്റിന്റെ ആളാണോ, ദിക്ർ ചൊല്ലിയിട്ട് മരിക്കും. ഇൻകാന മിൻ അഹ്ലി ദിക്ർ, ദിക്റിന്റെ ആളാണെങ്കിൽ ദിക്ർ ചൊല്ലിയിട്ട്, ദിക്ർ ഇങ്ങനെ ചൊല്ലിയിട്ട്, ചിലപ്പോ അത് ഉറക്ക ചൊല്ലിയിട്ട്, ചിലപ്പോ 2-3 തവണ ഉറക്ക ചൊല്ലിയിട്ട് അങ്ങനൊക്കെ മരിക്കും. അതല്ല ഓന് വിനോദത്തിന്റെ കളിയുടെ ആളാണോ, ആ കളിക്കാര് പോകും പോലെ അങ്ങ് പോകും, അല്ലാതെ കാര്യബോധം ഒന്നും ഉണ്ടാകൂല. അങ്ങനെയാണ് അവന്റെ അവസ്ഥ ഉണ്ടാകുക. നമ്മൾ കാര്യബോധം ചൊല്ലിയിട്ട് നാവിനെ നല്ലോണം പച്ച പിടിപ്പിക്കും. നാവിനൊരു പച്ചപ്പ് വരാണ്ട് ദിക്ർ ചൊല്ലിയിട്ട് അങ്ങനെ ആകുമ്പോ പിന്നെ ദിക്ർ ഒഴിവാക്കാൻ കഴിയൂല, സ്വലാത്ത് ഒഴിവാക്കാൻ കഴിയൂല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഇത്ര വേഗം സമയമായോ?
ഇന്ന് കൊടുക്കല്ലേ? ആ ഇൻഷാ അല്ലാഹ്. സഹോദരിമാരെ ഭാഗത്തേക്ക് കവർ വരുന്നുണ്ട്. എല്ലാവരും കവർ സ്വീകരിക്കണം. നമ്മുടെ ഈ സുഹൃത്തുക്കളുടെ ഈ സംഘത്തെ എല്ലാവരും സഹായിക്കണം. നേരത്തെ ഞാൻ വരുമ്പോ സുഹൈല് എനിക്ക് അവിടെ പണി നടക്കുന്ന വീട് കാണിച്ചു അല്ലേ? വീട് പണി എടുക്കുന്നില്ലേ? അതിന്റെ പണിയൊക്കെ അല്ലാഹു എളുപ്പത്തിൽ പൂർത്തീകരിച്ചു തരട്ടെ. എന്താ ആമീൻ പറയാത്ത? അയാൾക്ക് വീടാകണ്ടേ? നമുക്ക് മാത്രം ഇങ്ങനെ കൂടിയാൽ മതി. അള്ളാഹു എളുപ്പത്തിൽ പൂർത്തിയാക്കി തരട്ടെ. ഒരുപാട് സാധുക്കൾക്ക് സഹായിക്കാൻ ഈ സംഘത്തിന് അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. വിവാഹ സഹായം, രോഗികൾക്കുള്ള സഹായം, അതുപോലെ തന്നെ ദീനിയായ പല ഖിദ്മത്ത്. ഈ പള്ളി ഇതല്ലേ തുടക്കം അല്ലേ? ഇങ്ങനെ തുടങ്ങി വന്ന ഒരു നല്ല സംഘമാണ്. ഉമ്മമാരെ നല്ല നിറഞ്ഞ സഹായം കൊണ്ടുവരണം. നാളെ വരുമ്പോൾ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുപ്പാപ്പ, ബദറുസ്സാദാത്ത് തങ്ങൾ ഉസ്താദ് എന്ന് ദ്വാരക്കുന്ന സമാപന സദസ്സ് അല്ലേ? ഇൻഷാ അല്ലാഹ് തങ്ങളുപ്പാപ്പ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും. ഉമ്മമാര് കവറ് വാങ്ങി നല്ല സംഭാവനകൾ കൊണ്ടുവന്ന് നമ്മുടെ ഈ യങ് ഫ്രണ്ട്സ് അസോസിയേഷനെ സഹായിക്കണം. ഇവർക്ക് വീണ്ടും വീണ്ടും ഊർജ്ജസ്വലതയോടെ ഒരുപാട് ബഹുമുഖ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാവരും കവർ വാങ്ങണം. ആരും കവർ വാങ്ങാതെ പോകരുത്. എല്ലാവരും വാങ്ങണം. കിട്ടാത്തവരൊക്കെ ചോദിച്ചു വാങ്ങണം. എല്ലാവരും സംഭാവന കൊണ്ടുവരണം. ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇക്കൊല്ലം കിട്ടിയ സംഭാവനകൾ കൂടുതലാകുമ്പോഴല്ലേ അടുത്ത കൊല്ലം വീണ്ടും വാർഷികം വെക്കാൻ വയ്യുള്ളൂ. ഇക്കൊല്ലം തന്നെ കട ആണെങ്കിൽ ആദ്യം തന്നെ പ്രവർത്തകർ പറയും കടായിട്ട് ഇനി പരിപാടി വെക്കാനാവില്ല, നിർത്തുക. കടാക്കാൻ പാടില്ല. കടിയുന്ന ആൾക്കാരൊക്കെ നല്ല സംഖ്യ സംഭാവന ചോദിക്കാതെ തന്നെ കൊടുക്കണം. ചോദിച്ചാ പിന്നെ ഏതായാലും കൊടുക്കല അതിന്റെ മാർഗമായിപ്പോ. ചോദിക്കാതെ തന്നെ കൊടുക്കണം. എന്റെ വക ഒരു 5000, എന്റെ വക ഒരു 10,000. അതെ, അത്രയും വലുതോ? എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തി. ഇതിന്റെ ഫോട്ടോ ഈ സപ്ലിമെന്റിൽ കാണുന്നു. പഴയ കാലത്തെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. വലിയ വലിയ ചെലവ് വരും. കല്യാണത്തിനോ കൊടുക്കുമ്പോ ചെറിയ സഹായം കൊടുത്താൽ പോരല്ല. മുമ്പൊക്കെ അത്ര മതിയായിരുന്നു. മുമ്പൊക്കെ ഒരു പവന് 1000, 1500 ഒക്കെ ആകുമ്പോ ഒരു 16 റുപ്യ കൊടുത്താൽ തന്നെ കുറെ വാങ്ങായിരുന്നു. ഇപ്പൊ ഒരു പവന് അത്ര അതാ അപ്പോളെ പറയണ്ട എത്ര 47. ഒന്നിന് 50,000-നാകഞ്ഞൊരു 3 കുറവുള്ളൂ. അങ്ങനെ കൂടിപ്പോകാൻ. അതുകൊണ്ട് നമ്മൾ ചെറുത് കൊടുത്താൽ ഇവരെ പ്രവർത്തനം ഭംഗിയായി മുന്നോട്ട് പോകൂല. വലിയ സംഭാവന തന്നെ കൊടുക്കണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പ്രവർത്തകരെ നല്ല സെറ്റപ്പായി അള്ളാഹു വളർത്തി തരുമാറാകട്ടെ. ഒരുപാട് സൽപ്രവർത്തനങ്ങൾ ആഖിറത്തിന് വേണ്ടി ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഖുർആനുമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ ഖുർആൻ കേട്ടിട്ടെങ്കിലും മരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, യാസീൻ ഓതിയിട്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ, എന്നും യാസീൻ ഓതുന്ന ആൾക്കാർ ഇതിലില്ല, ഒന്ന് കയ്യൊന്നിച്ചാണ്. അതുകൊണ്ട് കൂലി പോകുന്നില്ല. മാഷാ അല്ലാഹ് ഉണ്ട്, അൽഹംദുലില്ലാഹ് ഉണ്ട്. മതി. അള്ളാഹു ഖബൂലാക്കട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞേ. അള്ളാഹു ഖബൂലാക്കട്ടെ. നല്ല ഖൈറാണ്. മുറാദൊക്കെ ഹാസിലാകണ്ടേ. രാവിലെ തന്നെ ഫസ്റ്റ് യാസീൻ ഓത്. നിസ്കാരം കഴിഞ്ഞ് സുബഹി നിസ്കാരം യാസീൻ മാത്രമേ ഓതാവൂ നല്ലോട്ടോ പറഞ്ഞേ. ഞാൻ അങ്ങനെ ആരും അടിവരടരുത്. ആദ്യമായിട്ട് നമ്മൾ ഓതുന്ന യാസീൻ ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് പോരെ. ഇതിനങ്ങനെ പിശുക്കണ്. ഉറങ്ങാന്ന് എത്ര കാലാ ഉറങ്ങാ? ഒരു സുഖമുള്ള കിടത്തം കിടക്കണ്ടേ? ഖബറിലെത്തിയാലും മഹ്ശറിലൊക്കെ ഒരു സന്തോഷത്തോടെ കഴിയണ്ടേ? മുറാദൊക്കെ ഹാസിലായി കിട്ടണം. അധ്വാനിക്കാനും പറ്റൂല. അങ്ങനെ ആകരുത്. സുബഹി നിസ്കാരം കഴിഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ യാസീനാണ് ഒരാൾ ആദ്യം ഓതുന്നത്, അയാളെ മുറാദൊക്കെ അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കുമെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്. എന്റെ വകല്ല, ഞാൻ ഉണ്ടാക്കിയത്. ആ യാസീൻ എന്നും ഓതൽ സുന്നത്തുള്ളൊരു സൂറത്താണ്. യാസീൻ ഇങ്ങനെ മരിക്കുമ്പോ ഓതിയിട്ടാണോ മരിക്കുന്നത്? സ്വർഗം കണ്ടിട്ട് അയാൾ മരിക്കുള്ളൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം കണ്ടൊക്കെ മരിക്കാന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷാണ്. ആസിയ ബീവി റളിയല്ലാഹു അൻഹ കിട്ടിയ സന്തോഷതല്ലേ? ഫിർഔന് ക്രൂരമായി മർദ്ദന മുറകൾക്ക് വിധേയമാക്കി 2 കൈയും നീട്ടിവെച്ച് 2 കാലും നീട്ടിവെച്ച് 2 കൈയിലും കാണിയിലും കാലിലും ആണി മേടി മഹദിയെ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ കടത്തിയിട്ട് വല്ലാതെ വേദനിപ്പിക്കുമ്പോ ആസിയ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന,
റബ്ബേ, ഇവിടെ കൊട്ടാരത്തിന്റെ ഉള്ളിലാണ് ഞാൻ ജീവിച്ചത്. ഒരു കൊല്ലമല്ല, 40-ലധികം വർഷം കൊട്ടാരത്തിന്റെ ഉള്ളിലാ ഞാൻ കഴിഞ്ഞത്. എന്റെ വിശ്വാസം ഞാൻ മാറ്റിയിട്ടില്ല, നിന്നെ ഞാൻ മറന്നിട്ടില്ല. ഭൗതിക ജീവിതത്തിന്റെ സുഖം ലക്ഷ്യം വെച്ചിട്ട് എന്റെ ജീവിതം ഞാൻ ഫിർഔന് വിട്ടുകൊടുത്തിട്ടില്ല. റബ്ബേ, നിന്റെ വിശ്വാസം കളയാതെ ഞാൻ ജീവിച്ചില്ലേ? മൂസാ നബിയെ വിശ്വസിച്ച് ഞാൻ ജീവിച്ചില്ലേ? നിന്റെ അടുക്കൽ എനിക്ക് നീ സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കണേ അല്ലാ. ചോദ്യം തീരുന്നതിന്റെ മുമ്പ് അല്ലാഹു ലൈവാക്കി സ്വർഗം കാണിച്ചു കൊടുത്തു. സ്വർഗം അങ്ങ് കണ്ടപ്പോ മഹദി അങ്ങ് ചിരിച്ചുപോയി. വേദന അറിയുന്നില്ല. ഫിർഔന് അനുഭവിപ്പിക്കുന്ന അനുഭവങ്ങളൊന്നും അറിയുന്നില്ല. സ്വർഗം കണ്ട് മരിക്കുന്ന ആൾക്ക് എന്ത് വേദന അറിയാനാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു പിരിയുന്ന ആൾക്ക് എന്ത് മരണവേദന അറിയാനാ? മലക്കുകളെ കണ്ടു പിരിയുന്ന ആൾക്ക് എന്ത് വേദന അറിയാനാണ്? മലക്കുകൾ വരാൻ ടൈമായി എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നേരത്തെ കൊടുത്ത അത്തർ വാങ്ങിയിട്ട് വീടിന്റെ ഉള്ളിലൊക്കെ അത്തർ തെളിച്ച മഹാനല്ലേ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. മരണത്തിന്റെ നേരമായപ്പോ ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്ന അത്തർ എവിടെ? ആ അത്തർ എടുത്തുകൊണ്ട് വന്നപ്പോ ഇവിടെ എല്ലാം അത്തർ തെളിക്കൂ, അതിഥികൾ വരാൻ സമയമായി. ആരാണ് അതിഥികൾ എന്ന് ചോദിച്ചപ്പോ മലായികത്തുർ റഹ്മാൻ അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ത്വയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും. നല്ല നിലക്ക് മലക്കുകൾ വന്ന് വരവേറ്റു കൊണ്ടുപോകുന്ന ആളുകളോട് മലക്കുകൾ സലാം പറയുമെന്ന് ഖുർആൻ. സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കും. ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. അത്തർ പൂശിയിട്ട് മലക്കുകളെ സ്വാഗതം ചെയ്ത മഹാനാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. 13 മക്കളും ചുറ്റും നിൽക്കുമ്പോ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കൈയിങ്ങനെ പൊക്കിയിട്ട് വഅലൈക്കുമുസ്സലാം 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 സലാം മടക്കി പോയില്ലേ? മലക്കുകൾ വന്ന് സലാം പറഞ്ഞുപോയി. എന്തൊരു സന്തോഷമാണ്! ഖുർആൻ കേട്ടുകൊണ്ട് മരിക്കാൻ കഴിയണം. ഷാഫി ഇമാം തങ്ങൾ വഫാത്തായതുപോലെ ശിഷ്യന്മാര് ചുറ്റും കൂടി നിന്നിട്ട് യാസീൻ ഓതിയില്ലേ? യാസീൻ സൂറത്ത് തീരുന്നതിന്റെ മുമ്പ് ഷാഫി ഇമാം തങ്ങൾ വിടവാങ്ങിപ്പോയി. ഒരൊറ്റ സുന്നത്ത് നിസ്കാരം പോലും ഷാഫി ഇമാം തങ്ങൾക്ക് നേരമായത് നിസ്കരിക്കാൻ ബാക്കിയില്ല. ഒരു ഫർള് പോലും നഷ്ടമായിട്ടില്ല. ഒരു നോമ്പും നോൽക്കാൻ കഴിയാതെ ആയിട്ടില്ല. എല്ലാ അമലുകളും കൃത്യമായി നിർവഹിച്ച് സന്തോഷത്തോടെ വിടവാങ്ങിയ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ മറന്നുപോയോ മുഅ്മിനീങ്ങളെ? നല്ല സ്ഥലങ്ങളിൽ മരിക്കുന്നത് നല്ല മരണത്തിന്റെ അടയാളമാണ്. മദീന മുനവ്വറയിൽ വഫാത്താകാനായോ? ബൈത്തുൽ മഖ്ദിസിൽ മരിക്കാനായോ? മക്കത്തുൽ മുക്കറമയിൽ വഫാത്താകാനായോ? എന്തൊരു ഭാഗ്യമാണ്! ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര കാലമാണ് അല്ലാഹുവോട് ദുആ ചെയ്തത്? അല്ലാഹുമ്മർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക വജഅൽ മൗതി ഫീ ബലദി റസൂലിക. എന്റെ മരണം നിന്റെ മാർഗത്തിലുള്ള ഷഹാദത്താക്കി തരണേ അല്ലാ. എനിക്ക് രക്തസാക്ഷിയായിട്ട് മരിക്കണം. സുബ്ഹ് നിസ്കാരത്തിൽ വന്നിട്ട് ഒരാൾ കുത്തിയിട്ട് അയാൾ തിരിച്ചു പോകുമ്പോ 8-9 ആളുകളെ വീണ്ടും കുത്തിയില്ലേ? പിന്നീട് അയാൾ സ്വമേധയാ ആത്മഹത്യയും ചെയ്തില്ലേ? ആരാണ് എന്നെ കുത്തിയത് എന്നുള്ള വിവരം കുറെ കഴിഞ്ഞിട്ട് അന്വേഷിക്കുമ്പോ അബൂ ലുഅ്ലുഅത്താണ് നിങ്ങളെ കുത്തിയതെന്ന് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ സന്തോഷം എത്രയാണ്! അൽഹംദുലില്ലാഹ് അല്ലദീ ലം യജ്അൽ മൗതി ബിയദി മുസ്ലിമിൻ. അല്ലാഹ്
അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. ഒരു മുസ്ലിമിന്റെ കൈ കൊണ്ടല്ലല്ലോ എനിക്ക് മരണം വന്നത്. അതേ സത്യനിഷേധിയായ ഒരു മനുഷ്യനല്ലേ എന്നെ വന്ന് സുബ്ഹി നിസ്കാരത്തിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. അല്ലാഹുവിനോട് ചോദിച്ച ചോദ്യം കിട്ടിപ്പോയി. എന്റെ മരണം നിന്റെ റസൂലിന്റെ നാട്ടിലാക്കി തരണേ, എനിക്ക് മക്കയിൽ മരിക്കണ്ട, മദീനത്ത് മരിക്കണം. മക്കത്തെ ഹജ്ജിന് പോയപ്പോ പനി പിടിച്ചപ്പോ പൊട്ടിക്കരഞ്ഞു പോയി സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. പനിച്ചിട്ട് ഇങ്ങനെ വിറക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി കണ്ടിട്ട് ചോദിച്ചു, എന്താ സഅദേ വിറക്കുന്നത്, പേടിക്കുന്നത് എന്താ കരയുന്നത്? നബിയേ, ഞാനും മരിക്കാൻ ആഗ്രഹിക്കുന്നത് മദീനത്താണ്, ഇവിടെ വെച്ച് മരിക്കുമെന്ന് എനിക്കൊരു പേടി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, സഅദേ നിങ്ങൾ മക്കത്ത് മരിക്കൂല, മദീനത്ത് മരിക്കണമെന്ന് ആഗ്രഹിച്ചത് മക്കത്ത് മരിച്ച ഒരാളുണ്ട്, സഅദ് ബിൻ ഖൗല റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് അത്രേ ഭാഗ്യമുണ്ടായതുള്ളൂ. നിങ്ങൾ മക്കത്ത് മരിക്കൂല, നിങ്ങൾ മദീനത്തെ മരിക്കൂ. അന്ന് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. ഹജ്ജ് കഴിഞ്ഞിട്ട് വീണ്ടും മഹാനവറുകൾ മദീനയിൽ വന്നു. കുറെ കാലം ജീവിച്ച് വേറെയും മക്കളുണ്ടായി. മദീനത്താണ് മഹാനവറുകൾ വഫാത്തായത്. മദീനയിൽ മരിക്കുക എന്നത് നല്ല മരണം കിട്ടുന്ന ലക്ഷണമാണ്. ബൈത്തുൽ മഖ്ദിസിൽ മരിക്കാൻ വേണ്ടി കൊതിച്ച മഹാനാണ് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് അസ്രായിൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് സലാം പറഞ്ഞു. അപ്പൊ എന്തിനാ വന്നതെന്ന് വെച്ചു, നിങ്ങളെ റൂഹ് പിടിക്കാനാ വന്നതെന്നോ. മൂസാ നബി ഒറ്റ കൊട്ടു കൊടുത്തു അസ്രായിൽ, ഒരൊറ്റ അടി അങ്ങ് കൊടുത്തിട്ട് അസ്രായിൽ അലൈഹി സ്വലാം പടച്ചവനോട് കയറി പോയിട്ട് പറഞ്ഞു, പടച്ചവനെടുത്ത് പോയിട്ട്, അല്ലാഹുവേ മരണം ആഗ്രഹമില്ലാത്ത, പൂതില്ലാത്ത, ഒരു താല്പര്യമില്ലാത്ത ഒരാളെടുത്തേക്ക് എന്റെ റൂഹിനെ പിടിക്കാൻ പറഞ്ഞ എന്ത് ചെയ്തു? ഒരൊറ്റ അടിയല്ല എന്റെ മുഖത്തേക്ക് തന്നത്. അല്ലാഹു തആല പറഞ്ഞു, അത് എന്റെ കലീമായ മൂസാ നബി അലൈഹി സ്വലാമാണ്. നേരെ പോയിട്ട് നിങ്ങൾ റൂഹ് പിടിക്കാൻ വന്നതെന്ന് പറഞ്ഞിട്ടാണ് അടിയിട്ടിയത്. ആദ്യം ഒരു സമ്മതമൊക്കെ ചോദിക്കണം. നമ്മളോട് അങ്ങനെ സമ്മതം ചോദിക്കലോട്ടോ, പെർമിറ്റും ചോദിക്കലോ, ടൈം ഒക്കെ മഹാന്മാർക്കുള്ള മഹത്താണ്. നിങ്ങൾ മൂസാ നബിയോട് ചോദിക്കുക, ദുന്യാവിൽ ജീവിക്കണോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും കാലം ആയുസ് തരാം. അതല്ല മരിക്കാൻ റൂഹ് പിടിക്കാൻ സമ്മതാണോ എങ്കിൽ റൂഹ് പിടിക്കാം, അങ്ങനെ ചോദിക്കണ്ടേ. വേണം പോയിട്ട് റൂഹ് പിടിക്കാൻ വന്നാന്ന് പറഞ്ഞാൽ അടി കിട്ടൂലേ. അതിനൊരു മര്യാദക്കല്ലേ. നിങ്ങൾ എല്ലായിടത്തേക്കും മുമ്പിൽ പോകാൻ പറ്റുമോ? നിങ്ങൾ പോയിട്ട് ചോദിക്ക്. മൂസാ നബിയോട് പറയും, ആയുസ് വേണമെങ്കിൽ ഇനിയും ആയുസ് തരാം. പോയിട്ട് പറഞ്ഞു, ചോദിച്ചു നോക്കി, എന്താണ് എന്റെ അടിമ പറയാൻ നിങ്ങൾക്ക് കേൾക്കാലോ. അസ്രായിൽ അലൈഹി സ്വലാം രണ്ടാമത് വന്നിട്ട് പറഞ്ഞു മൂസാ നബിയോട്, മൂസാ നബിയെ അല്ലാഹു തആല പറഞ്ഞയച്ചതാ, ദുന്യാവിൽ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങളെ കൈ ഒരു കാളന്റെ പുറത്ത് ഇങ്ങനെ വെക്കും. കാളാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കാള തിന്നണ അറുത്ത് തിന്നണ സാധനല്ലേ, പോത്തിന്റെ നേരെ അപ്പുറത്തുള്ള കാള. ആ കാള പോത്തൊന്ന് കൂട്ടിക്കോളി, അതിന്റെ പുറത്ത് ഇങ്ങനെ കൈ വെക്ക. ഈ വിരലിന്റെ ഈ കൈയിന്റെ ഉള്ളിൽ എത്ര രോമം പെടുന്നുണ്ടോ, ഒരു രോമത്തിനനുസരിച്ച് ഒരു വർഷം തരാം. അപ്പൊ എത്ര രോമം ഉണ്ടാവും? 400-500 കൂട്ടിയാ പോലെ. ഒരു കൈയിന്റെ ഉള്ളിൽ എത്ര രോമം കൊടുക്കും? അത്രയും കാലം ആയുസ് തരാം. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്നിട്ടോ? അത് കഴിഞ്ഞാൽ പിന്നെ റൂഹിനെ പിടിക്കും. അപ്പൊ തന്നെ ആയിക്കോട്ടെ, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. ഇപ്പൊ സമ്മതമൊക്കെ ചോദിച്ചെന്നുള്ള രണ്ടാമത് അടിയില്ല. എന്റെ റൂഹിനെ പിടിക്കുന്നത് ഇവിടെ വെച്ചാകരുത്, മിസ്റിൽ വെച്ചാകരുത്, ബൈത്തുൽ മഖ്ദിസിൽ വെച്ചാകണം. ഞാൻ അവിടെയാണ് മരിക്കാൻ ആഗ്രഹിക്കുന്നത്. മിസ്റിലാണ് വന്ന് ചോദിക്കുന്നത്, എനിക്ക് ഇവിടെ അല്ല മരിക്കേണ്ടത്, എനിക്ക് ബൈത്തുൽ മഖ്ദിസിൽ മരിക്കണം. സഹോദരങ്ങളെ, എന്താ ഈ മക്ക, മദീന, ബൈത്തുൽ മഖ്ദിസ്, എന്താ അതിന്റെ പ്രത്യേകത? ദജ്ജാല് കാല് കുത്താത്ത നാടുകളാണ് അതൊക്കെ. ബാക്കി എവിടെ വരും? ഇവിടൊക്കെ വരും, എല്ലായിടത്തും വരും. ഭൂമിയിൽ എവിടെ ഒരു സ്ഥലമുണ്ടോ ദജ്ജാല് കാല് കുത്താത്ത സ്ഥലങ്ങളാണ് മക്കത്തുൽ മുക്കറമ, അവിടെയുള്ള ഹറം, മദീന മുനവ്വറ അവിടുത്തെ ഹറം, ബൈത്തുൽ മഖ്ദിസ്. എത്ര പരിശുദ്ധിയുള്ള സ്ഥലമാണ്. അവിടെ മരിക്കണ്ടേ? അതെ, അവിടെയാണ് മരിക്കേണ്ടത്. അതാണ് ആഗ്രഹം. മൂസാ നബി അലൈഹിസ്സലാമിനെ അങ്ങോട്ട് അല്ലാഹു എത്തിച്ചു. ബൈത്തുൽ മഖ്ദിസിൽ വെച്ച് മൂസാ നബിയുടെ റൂഹിനെ പിടിച്ചു. ബൈത്തുൽ മഖ്ദിസിൽ നിന്നൊരു കല്ലെറിഞ്ഞാലെത്തുന്ന അത്രയും അടുത്താണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറുള്ളത്. സിയാറത്തിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ലോണം മുറുക്കി ആമീൻ പറഞ്ഞോളി, അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ പോയിനോ ഉസ്താദേ? അല്ലാഹ്
നമ്മൾ പോയപ്പോ നമ്മളെ കൂടെ ഉള്ള 2 ആലിമീങ്ങളൊന്നില്ല. ഒന്ന് താജുശ്ശേരി അലിക്കുഞ്ഞുസ്താദ് ഉണ്ടായിരുന്നു നമ്മളെ സിയാറത്തിന് നേതൃത്വമായിട്ട്, അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. മറ്റൊന്ന് എന്റെ പ്രിയപ്പെട്ട ഗുരുവര്യർ ചെറിയ പി ഉസ്താദ് ഉണ്ടായിരുന്നു, അവരും വഫാത്തായി, അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറിന്റെ സമീപത്തൊക്കെ എത്ര നേരാ നിന്നത്, എന്തൊരു സന്തോഷമാണ്. ആ ഖബറിലുള്ള അവരുടെ ജീവിതമൊക്കെ ഒന്നിപ്പോ പറഞ്ഞു തീർക്കാൻ നേരല്ല. നല്ല നിലക്ക് മരിക്കണം, നല്ല സ്ഥലത്ത്, നല്ല സമയത്ത്, നല്ല സന്ദർഭത്തിൽ, നല്ല അവസരത്തിൽ, ഏതെങ്കിലുമൊക്കെ ഒരു നിലക്ക് നമുക്ക് മരിക്കണം. കലിമ ചൊല്ലിയിട്ട് മരിക്കാൻ കഴിഞ്ഞോ വലിയ ഭാഗ്യവാനാണ്. കലിമ ചൊല്ലിയിട്ട് മരിക്കാൻ കഴിഞ്ഞു, സുഹൃതങ്ങൾ ധാരാളം ചെയ്യാം. ആഖിബത്ത് നന്നായി കിട്ടാൻ ഏറ്റവും നല്ല മാർഗം ഈമാനോടെ സൽക്കർമ്മങ്ങൾ ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇവിടെ നടത്തുന്ന നല്ല നല്ല പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കുക, ഒന്നും വിടണ്ട. ഏത് പ്രവർത്തനത്തിന്റെ പേരിലാണ് അള്ളാഹു നമ്മളെ പരിഗണിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നിസ്കാരം നോമ്പും മാത്രം മതി എന്നാക്കരുത്. ജനങ്ങൾക്ക് ആതുര രംഗത്ത് ശുശ്രൂഷ ചെയ്യണം. സാധുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പിരിവുണ്ടായി കൊടുക്കണം. ഈ റമദാനാ വരുന്നത്, ഈ യങ് അസോസിയേഷന്റെ കീഴിൽ റിലീഫ് നടത്തണം. വേണ്ടേ? കിറ്റ് കൊടുക്കണ്ടേ? കിറ്റ് കൊടുക്കണം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നല്ലതാണ്. പാവപ്പെട്ട ആളുകൾക്ക് റമദാൻ മാസത്തിൽ നോമ്പ് തുറക്കാൻ അതിന് നല്ല മട്ടത്തിലുള്ള ഒരു കിറ്റ് കിട്ടിയാൽ എത്ര ഹംദോല് പറയും. ആ മനസ്സ് നിറഞ്ഞ സന്തോഷം കൊണ്ടുള്ള ഒറ്റ ഹംദ് മതി. അൽഹംദുലില്ലാഹ്, എന്റെ കുടുംബത്തിന് നോമ്പുറക്കാനും അത്താഴം കഴിക്കാനുള്ള നല്ലൊരു വകുപ്പ് കിട്ടിയല്ലോ. ആ ഒരു മനസ്സ് നിറയുന്ന സന്തോഷം അല്ലാഹു തആല അതാണോ കബൂലാക്കിയത്? അതിന് വലിയ ഖൈർ കിട്ടൂല. ഏതാ അല്ലാഹു തആല സ്വീകരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റൂല. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, 80 ചില്ലാനം കൊല്ലം ജീവിച്ച മഹാൻ വഫാത്തായിട്ട് മഹാനവറുകളെ വഫാത്തിന് ശേഷം ശിഷ്യൻ കണ്ടപ്പോ ശിബിലി ഇമാം റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, എങ്ങനെയുണ്ട് അവസ്ഥ, എങ്ങനെയുണ്ട് ഖബർ ജീവിതത്തിലെ ബർസഖിയ ലോകത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? ശിബിലി ഇമാം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല അവന്റെ സാന്നിധ്യത്തിൽ എന്നെ നിർത്തി. എന്നിട്ട് അല്ലാഹു തആല എന്നോട് ചോദിച്ചു, വതദ്രീ ബിമാദാ ഗഫർതു ലക്, ശിബിലി നിങ്ങൾക്ക് വലിയ സ്ഥാനം തന്നത് എന്താണ് കാരണം എന്ന് നിങ്ങൾക്കറിയുമോ? ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ഒരു നിസ്കാരവും ഞാൻ വിട്ടുപോയിട്ടില്ല. ചെറിയ അമലാണോ സഹോദരങ്ങളെ നിസ്കാരം? അള്ളാഹു പറഞ്ഞു, ഞാൻ പരിഗണിച്ചത് അതല്ല. റബ്ബേ, ഞാൻ ഒരുപാട് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നോമ്പ് നോറ്റിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, അതൊന്നുമല്ല. അല്ലാഹുവേ, ബിഇദാമത്തി സഫരി ഫീ ത്വലബി ഉലൂമി, വിജ്ഞാനം പഠിക്കാൻ എന്റെ ജീവിതകാലത്ത് എന്തെങ്കിലും ഒരു ഇൽമു ഞാൻ പഠിച്ചിട്ടുണ്ട്, ഒന്നും ഞാൻ പഠിക്കാത്തതില്ല. അതെന്റെ ജീവിതത്തിലെ ഹോബിയായിരുന്നു. അള്ളാഹു പറഞ്ഞു, അതൊന്നുമല്ല. ശിബിലി ഇമാം തങ്ങൾ പറഞ്ഞു, ഒരുപാട് സജ്ജനങ്ങളോട് എനിക്ക് സമ്പർക്കമുണ്ട്, സഹവാസമുണ്ട്, അതായിരിക്കും നീ പരിഗണിച്ചത്. അള്ളാഹു പറഞ്ഞു, അതൊന്നുമല്ല. ജീവിതകാലത്ത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന എമ്പാടും സുഹൃതങ്ങൾ എണ്ണി 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 പറഞ്ഞിട്ട്, യാ റബ്ബി ഹാദിഹിൽ മുൻജിയാതു കുന്തു അർജൂ ഫിദ്ദുനിയ, ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോഴാണ് അല്ലാഹു എന്നോട് പറഞ്ഞത്, തദ്കുറു ഹീന തംശി അലാ ദർബി ബഗ്ദാദ്, ബഗ്ദാദിന്റെ ഊടുവഴിയിലൂടെ ഇടുങ്ങിയ വഴിയിലൂടെ നടന്നു പോയത് ഓർക്കുന്നുണ്ടോ ശിബിലി? ഫവജത്ത ഹിറതൻ സഗീറ, ഒരു ചെറിയ പൂച്ചക്കുട്ടിയെ കണ്ടത് ഓർക്കുന്നുണ്ടോ? തണുത്ത് വിറച്ചിട്ട് വഹിയ തൻസവി ഇലാ ജിദാർ, ഒരു ചുമരിലേക്ക് അതങ്ങനെ വലിഞ്ഞുകൂടുന്നു. മറ കിട്ടാൻ വേണ്ടി ഒരു ചുമരിലേക്ക് വലിഞ്ഞുകൂടുന്ന ഒരു പൂച്ചക്കുട്ടിയെ കണ്ടത് ഓർമ്മയുണ്ടോ? ശിബിലി ഇമാം തങ്ങൾ പറഞ്ഞു, അള്ളാഹു പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അന്ന് ആ പൂച്ചക്കുട്ടിക്ക് തണുപ്പ് അകറ്റാൻ വേണ്ടി, ഒന്ന് ചൂട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ധരിച്ച വസ്ത്രത്തിൽ നിന്നൊരു ഭാഗം കീറിയിട്ട് അതിനെ പുതപ്പിച്ച് ധരിപ്പിച്ചത് ഓർമ്മയുണ്ടോ? ബിറഹ്മതിക ലിതിൽകൽ ഹിറതി റഹിംതുക, ആ പൂച്ചയോട് അന്ന് കാണിച്ച കാരുണ്യമില്ലേ, അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ പരിഗണിച്ചത്. ആ ഒരു അമല് ഞാൻ സ്വീകരിച്ചപ്പോ നിങ്ങളെ നിസ്കാരം, നിങ്ങളെ ഹജ്ജ്, നിങ്ങളെ നോമ്പ്, നിങ്ങളെ മറ്റു പ്രവർത്തനങ്ങൾ എല്ലാം അതിന്റെ പിന്നിലായി ഞാൻ അങ്ങ് സ്വീകരിച്ചു പോയി. അതുകൊണ്ട്
അതുകൊണ്ട് സുഹൃതങ്ങൾ ഒന്നും മാറ്റി നിർത്തപ്പെടരുത്. സുഹൃതങ്ങളുടെ മാസങ്ങളാ വന്നു പോകുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മജ്ലിസ് അള്ളാഹു ഖബൂലാക്കി തരട്ടെ.